എല്ലാവർക്കും നമസ്കാരം. സായിരാം. വിവേക ചൂടാമണി തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയ ശ്ലോകം ബീജം സംസൃതി ഭൂമിജസ്യ തു തമോ ദേഹാത്മധീരംഗുരഃ രാഗപല്ലവമംബു കർമ്മതു വപു സ്കന്ദോത്സവശാഖിക അഗ്രാണീന്ദ്രിയ സംഹതിശ്ച വിഷയാഃ പുഷ്പാണി ദുഃഖം ഫലം നാനാകർമ്മ സമുദ്ഭവം ബഹുവിധം ഭോക്താത്ര ജീവ ഖഗഃ. ഇതില് നമ്മള് അഗ്രാണീന്ദ്രിയ സംഹിതിശ്ച വിഷയാഹ പുഷ്പാണി എന്നുള്ളത് വരെ നമ്മൾ അതിന്റെ സാരം നോക്കി. ദുഃഖം ഫലം അവിടെ തൊട്ടാണ് നോക്കാനുള്ളത്. പുഷ്പാണി എന്ന് പറയുമ്പോൾ വിഷയസുഖം തരുന്ന പലവിധ വസ്തുക്കളെയാണ് പുഷ്പങ്ങളുമായിട്ട്, ചെടിയിലെ പുഷ്പങ്ങളുമായിട്ട് നമ്മൾ ഇവിടെ ഒരു എന്താ പറയാ ചേർത്ത് പറഞ്ഞത്. മരത്തിന്റെ ഭംഗി പൂക്കളിലാണ്, എല്ലാവരെയും അത് ആകർഷിക്കും. കൂടുതൽ പൂക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ നല്ല രീതിയിൽ പരിപാലിച്ചു വളർത്തുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതുപോലെയാണ് വിഷയവസ്തുക്കൾ, സുഖം തരുന്ന പല വസ്തുക്കളുമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്നതും ഈ ഇന്ദ്രിയങ്ങളെയാണ് ഇവയെല്ലാം സന്തോഷിപ്പിക്കുന്നത്. അത് എപ്പോഴും ആണ്, സീസൺ ഇല്ല. ഇന്ദ്രിയങ്ങൾക്ക് മാത്രം സീസൺ ഒന്നുമില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കിട്ടി സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ്. പൂക്കൾക്കെങ്കിലും അതിന്റെ സീസണിലെ പൂക്കൾ ഉണ്ടാവുള്ളൂ എന്നുണ്ട്. പക്ഷെ മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ അങ്ങനെയല്ല, സദാസമയവും അത് എന്തെങ്കിലും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. തത്വജ്ഞാനത്തിന് നമ്മൾ പുറപ്പെടുന്നില്ല. ഈ ഇന്ദ്രിയ സുഖങ്ങൾ കാരണമാണ് തത്വജ്ഞാനത്തിൽ നിന്ന് അകന്നു പോകുന്നത്. ഇന്ദ്രിയങ്ങളുടെ പുറകെ പോകുന്നത് കൊണ്ട് തത്വജ്ഞാനത്തിൽ ശ്രദ്ധ വരുന്നില്ല എന്നും കണ്ടു. അപ്പൊ ഈ ഇന്ദ്രിയ സുഖങ്ങളുടെ കൂടെ ദുഃഖവും ഉണ്ടാകും എന്ന് ഓർക്കാറില്ല പലപ്പോഴും. സുഖത്തിന്റെ പുറകെ പോകുമ്പോൾ വീണ്ടും സുഖത്തിന്റെ പുറകെ പോകും, ദുഃഖം വരും, പിന്നെ അടുത്ത സുഖത്തിന്റെ പുറകെ പോകും. അപ്പൊ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ. അതേസമയം ഓരോ സുഖത്തിന്റെ കൂടെയും ദുഃഖത്തെയും കാണുന്നവൻ ആണ് വിവേകി. ഈ ഒരു സുഖത്തിന്റെ പുറകെ പോകുമ്പോൾ ഇത് എനിക്ക് ദുഃഖവും കൂടെ തരും, അതുകൊണ്ട് ഞാൻ ഇതിന്റെ പുറകെ പോകുന്നത് അത്ര നല്ലതല്ല എന്ന് ചിന്തിക്കുന്ന ആ ചിന്ത ഉള്ള ആളാണ് വിവേകമുള്ള ഒരാൾ എന്ന് പറയാം. അപ്പൊ അതാണ് പുഷ്പാണിയെ കുറിച്ച് പറഞ്ഞത്. ഇനി പറഞ്ഞത് ഫലം. ഫലം എന്താ അവിടെ പറഞ്ഞേ? ദുഃഖം ഫലം എന്നാണ് പറഞ്ഞത്. ഇപ്പോ വൃക്ഷവുമായിട്ടാണല്ലോ നമ്മൾ സംസാരത്തെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഫലങ്ങള് ഓരോ വൃക്ഷവും നല്ല ഫലങ്ങളെ തരും. അപ്പോ മാമ്പഴം, മാതളം, ഇങ്ങനെ പല ഫലങ്ങളുണ്ട്. ഇത് സാധാരണ നിലയ്ക്ക് നല്ലതാണ്. പക്ഷെ ചിലപ്പോൾ എന്ത് പറ്റും, പുറത്ത് കാണുമ്പോൾ വളരെ നല്ല ഭംഗിയുള്ള ഫലമായിരിക്കും, മുറിച്ചു നോക്കുമ്പോൾ അതിനകത്ത് പുഴുവാണ്. അപ്പോ ചിലപ്പോൾ തിരിച്ചും അതേപോലെ സംഭവിക്കും. പുറത്ത് കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല പഴമായിരിക്കും കഴിക്കുമ്പോൾ. അപ്പൊ ഇത് പുറത്ത് നല്ലതായിട്ട് കാണുകയും അകത്ത് മോശമായിരിക്കുകയും ചെയ്യുന്നത് ആരുടെ നല്ല സമയം? വിൽക്കുന്ന ആളുടെ നല്ല സമയം. അയാൾക്ക് ഇത് പുറത്തുള്ള ഈ മോടി കൊണ്ട് ഇതെല്ലാം വിറ്റുപോകും. അയാൾക്ക് നല്ല സമയവും മേടിക്കുന്ന ആൾക്ക് മോശം സമയവും. അതേപോലെ ഈ ഫലങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന പോലെ തന്നെ പുറത്തേക്ക് നല്ലത് അകത്തേക്ക് മോശവുമായിരിക്കുന്നത് പോലെ തന്നെ പലപ്പോഴും സങ്കടങ്ങൾ, നല്ലതിന്റെ കൂടെ പല സങ്കടങ്ങളും, നേരത്തെ പറഞ്ഞ സുഖങ്ങളുടെ കൂടെ പല സങ്കടങ്ങളും വിഷമങ്ങളും ഫലം അങ്ങനെ വരും. അപ്പൊ നല്ല ഫലം എന്ന് പറഞ്ഞാൽ വീണ്ടും അതിനകത്ത് ഈ വൃക്ഷങ്ങളില് നല്ല ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് മോശവും കൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പോലെ തന്നെ ഇവിടെ സാധ്യതയല്ല, എല്ലാ സുഖത്തിന്റെ പുറകിലും ഒരു ദുഃഖമുണ്ടായിരിക്കും. അപ്പോ അവിടെ ഫലം ഉണ്ടാകുന്ന പോലെ ഇവിടെ ദുഃഖമാണ് ഉണ്ടാകുന്നത് എന്നാണ് ആ ഭാഗത്ത് പറഞ്ഞത്.
പിന്നെ പറയുന്നു നാനാകർമ്മ സമുദ്ഭവം ബഹുവിധം. നാനാകർമ്മ സമുദ്ഭവം ബഹുവിധം എന്താണ്? ബഹുവിധം, പലതരത്തിലുള്ള ദുഃഖങ്ങൾ. ഒരു തരം ദുഃഖമല്ല, പല 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 തരത്തിലുള്ള ദുഃഖങ്ങളാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഒരേ ഫലത്തിൽ തന്നെ ഒരേ വൃക്ഷത്തിലുള്ള കുറെ മാമ്പഴങ്ങൾ പറിക്കുമ്പോൾ അതിൽ തന്നെ നല്ലതും കാണും ചീത്തയും കാണും. എല്ലാ വൃക്ഷങ്ങളിൽ നിന്നും കിട്ടുന്ന ഫലങ്ങളിലൊക്കെ നല്ലതും ഉണ്ടാവും ചീത്തയും ഉണ്ടാവും. എല്ലാം ഒരേപോലെ പെർഫെക്റ്റ് ആയിരിക്കില്ല. നല്ലതും ചീത്തയും കാണും. ഒരേ ഫലങ്ങൾ പല വൃക്ഷങ്ങളിൽ നിന്ന് കിട്ടുമ്പോഴും ഉണ്ടാകാം. ഒരേ വൃക്ഷത്തിൽ നിന്ന് കിട്ടുന്ന കുറെ ഫലങ്ങളിലും ഈ സംഭവങ്ങൾ ഉണ്ടാകാം. അതുപോലെ പലവിധ പലവിധ ദുഃഖങ്ങളെ തരാം. പലവിധ സുഖങ്ങള് പലവിധ ദുഃഖങ്ങളെ തരാം. എന്താണ് കാരണം? നാനാകർമ്മ സമുദ്ഭവം, പല പല കർമ്മങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പല പല കർമ്മങ്ങളിൽ നിന്നാണ് സുഖമുണ്ടാകുന്നത്. അപ്പോൾ പലതര ദുഃഖങ്ങളും വരും എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. പല പല കർമ്മങ്ങളാണ് നമ്മൾ സുഖത്തിന് വേണ്ടി ചെയ്യുന്നത്. പല പല ദുഃഖങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. അപ്പോ അതാണ് ഇവിടെ ഫലം എന്നുള്ളതിനെ കുറിച്ചുകൂടെ കണക്ട് ചെയ്തിട്ടാണ് നാനാകർമ്മ സമുദ്ഭവം ബഹുവിധം എന്ന് പറഞ്ഞത്. പല പല കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന പല പല ദുഃഖങ്ങൾ. മനസ്സിലെ സുഖദുഃഖങ്ങൾക്ക് നമ്മൾ മറ്റാരെയും കുറ്റം പറയണ്ട. നമ്മുടെ മനസ്സിലല്ലേ സുഖവും ദുഃഖവും ഉണ്ടാവുന്നേ. വേറൊരാളുടെ എന്തിനാ നമ്മൾ പറയുന്നേ? അങ്ങനെ പറയാനേ പാടില്ല. വേറൊരാളെ പറയരുത്. സുഖവും ദുഃഖവും എവിടെ ഉണ്ടാവുന്നേ? നമ്മുടെ മനസ്സിൽ. അപ്പൊ പിന്നെ വേറൊരാളെ എന്തിനാ നമ്മൾ പറയുന്നേ? പറയാൻ പാടില്ല എന്ന് വേദം പ്രത്യേകിച്ചും പറയുന്നു. കാരണം കർമ്മഫലമാണ്. ആ വേദന നമുക്ക് അനുഭവിക്കപ്പെടുന്നത് നമ്മുടെ കർമ്മഫലമായിട്ടാണ്. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു വേദന വരുന്നത്. ആ കർമ്മഫലത്തെ ഈശ്വരന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് അതിനെ വേദനയായിട്ട് അല്ലാതെ എടുക്കണം. അതാണ് കർമ്മഫലത്യാഗം അല്ലെങ്കിൽ കർമ്മയോഗം എന്നൊക്കെ പറയുമ്പോൾ ചെയ്യുന്നത്. എന്തിനാണ് ഈ ശാസ്ത്രവും വേദമൊക്കെ പഠിക്കുന്നത്? ഈ കർമ്മ സൈക്കിൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. കർമ്മ തിയറി, സൈക്കിളില്ല, കർമ്മ തിയറി എന്നുള്ളത് നേരത്തെ നമ്മൾ പഠിച്ചു. അത് ആണ് ഏറ്റവും ആശ്വാസം മനുഷ്യന് തരുന്നതും. ഒരു മനുഷ്യനെ ആത്മീയമായിട്ട് പഠിച്ച് ശാസ്ത്രം പഠിച്ച് ശാസ്ത്രത്തിൽ വിശ്വസിച്ച് ശാസ്ത്രം പഠിച്ച് മുന്നോട്ട് പോകുവാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നതാണ് കർമ്മ തിയറി. ആ കർമ്മ തിയറിയാണ് ശരിക്കും ഒരു മനുഷ്യന് സമാധാനം ഉണ്ടാക്കുന്ന ഒരു സംഭവം. അതറിഞ്ഞാൽ ശരിക്കും സമാധാനം ഉണ്ടാവും. നമ്മൾ ആരെയും എപ്പോഴും സമാധാനം പോകുന്നത് മറ്റുള്ളവരെ, നമ്മുടെ തെറ്റുകൾക്കും നമ്മുടെ കുറ്റങ്ങൾക്കും നമ്മുടെ വിഷമങ്ങൾക്കും ഒക്കെ കാരണം മറ്റുള്ളവരാണ് എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് വിഷമം കൂടുതൽ ഉണ്ടാവുന്നേ. ശരിക്കും അങ്ങനെയല്ലേ സംഭവിക്കുന്നേ? അപ്പൊ അത് പാടില്ല. ആരുമല്ല അതിന് ഉത്തരവാദി. ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ ഒരാളിൽ നിന്ന് ഒരു ദുരനുഭവം ഉണ്ടാവുകയാണെങ്കിൽ അതിന് പുറകില് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജന്മത്തിലെ ഒരു കാരണം ഉണ്ടായിരിക്കും, ഉറപ്പാണ്. കാരണം പ്രകൃതി അങ്ങനെയാണ് അത് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രകൃതിയിലെ നിയമം അതാണ്. പ്രകൃതിയിൽ അങ്ങനെയാണ് നിയമം. അതുകൊണ്ട് വേറെ ആരെയും അതിന് പഴിക്കണ്ട. ആ സാഹചര്യം വന്നു പെട്ടത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ്. ഈ ജന്മത്തിലെ ആയിരിക്കണം എന്നില്ല, പഴയ ജന്മത്തിലെ ആയിരിക്കാം. നമ്മുടെ കർമ്മം തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളുടെയും പുറകിൽ. ഇനി ചെയ്യുന്ന കർമ്മങ്ങൾക്കും അത് തന്നെ സംഭവിക്കുക. ഇനിയിപ്പോ നമ്മൾ ചെയ്യുന്ന പല കർമ്മങ്ങളുടെയും ഫലം തിരിച്ചു വരും. നമുക്ക് നല്ലതും വരും ചീത്തയും വരും, രണ്ടും ഉണ്ടാകും. അങ്ങനെ വരാതിരിക്കണമെങ്കിലാണ് ഫലത്യാഗം ചെയ്തുകൊണ്ട് കർമ്മം ചെയ്യണം. ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യണം. എനിക്ക് ഈ ജന്മത്തിൽ കിട്ടിയിരിക്കുന്ന എൻ്റെ ഈ റോൾ അനുസരിച്ച് എനിക്കിവിടെ അനുഭവിക്കേണ്ട ഭാഗം എനിക്കിവിടെ അഭിനയിക്കേണ്ട ഭാഗം ഞാൻ അഭിനയിക്കുന്നു എന്ന് മാത്രം. അതിന് വേറെ ഒരു പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട. അഭിനയിക്കുക, നമ്മുടെ റോൾ അഭിനയിച്ചു പോവുക. ഇപ്പൊ പണക്കാരന്റെ റോൾ അഭിനയിക്കുന്ന ഒരാൾ തീർത്തും ഒരു തരത്തിലുള്ള സാമ്പത്തികം ഇല്ലാത്ത ഒരാളാണ് പണക്കാരന്റെ റോളായിട്ട് ചിലപ്പോൾ നാടകത്തിൽ സിനിമയിലൊക്കെ വന്ന് അഭിനയിക്കുക, വലിയ പണക്കാരന്റെ റോൾ അഭിനയിക്കുക. പക്ഷെ അയാൾ ആക്ച്വലി അങ്ങനെ അല്ലല്ലോ, അഭിനയിക്കുന്നല്ലേ ഉള്ളൂ. അപ്പൊ അയാൾക്ക് അങ്ങനെ ആ ചെറിയൊരു പ്രതിഫലം ഉദ്ദേശിച്ചു പോയി അത് മാത്രമല്ലേ മേടിക്കുള്ളൂ. അത് ഫലമല്ല, അത് പ്രതിഫലം. അപ്പൊ പ്രതിഫലം മേടിക്കേണ്ടെന്നല്ല ഈ കർമ്മയോഗത്തിന്റെ അർത്ഥം. അത് പലപ്പോഴും തെറ്റിച്ചു വിചാരിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും തെറ്റായിട്ട് ധരിക്കുന്ന ഒരു വിചാരമാണ് പ്രതിഫലത്തെ കർമ്മഫലമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു തെറ്റായിട്ടുള്ള വെർഷൻ. ഇപ്പൊ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്നു, കുറെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നു. ക്ലാസ് എടുക്കുമ്പോൾ അധ്യാപകന് ശമ്പളം കിട്ടും, അത് മേടിക്കാം, അതിനകത്ത് ഒരു തെറ്റുമില്ല.
നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ജോലിക്ക് നമ്മൾക്ക് തരുന്ന പ്രതിഫലം അത് മേടിക്കാം. അധ്യാപകന് കൊടുക്കുന്ന ശമ്പളവും പ്രതിഫലമാണ്. പക്ഷെ ആ അധ്യാപകൻ 40 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കുറച്ചു പേര് നന്നായിട്ട് പെർഫോം ചെയ്തു, കുറച്ചു പേര് മോശമായിട്ട് പെർഫോം ചെയ്തു. അതിൽ അങ്ങേര് ദുഃഖിക്കുകയോ അമിതമായി സന്തോഷിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങേരുടെ ഡ്യൂട്ടി ചെയ്യുക, അതിനുള്ള പ്രതിഫലം മേടിക്കുക. ഫലം ഈശ്വരന്റെ കയ്യിലാണ്. എത്ര കുട്ടികൾ അതിനകത്ത് ഏറ്റവും നല്ലവരായി മാറും എന്നുള്ളത് ഈശ്വരന്റെ കയ്യിലിരിക്കുന്നു. മാത്രമല്ല ആ ഓരോ ഇൻഡിവിജ്വൽ ആത്മാവിന്റെയും കർമ്മം അനുസരിച്ചാണ് അവരുടെ ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാവുക. പക്ഷെ നമ്മുടെ ധർമ്മം എന്താണ്? അത് പറഞ്ഞു കൊടുക്കുക, വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ധർമ്മം. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജന്മത്തെ റോൾ. അപ്പൊ നമ്മൾ ഈ ജന്മത്തെ റോളില് പ്രതിഫലം വേണം, ജീവിക്കാനായിട്ട് പൈസ വേണം, പ്രതിഫലം വേണം, പ്രതിഫലം മേടിച്ചോടുക. അമിതമായിട്ട് അതിനകത്തേക്ക് ആസക്തി ഉണ്ടാക്കി പോകരുത്. അപ്പൊ കർമ്മത്തിലെ ലോപം വരും. കർമ്മ ലോപം വരാതെ കണ്ട് കർമ്മം ചെയ്തുകൊണ്ട് പ്രതിഫലം മേടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പൊ ഇത് എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് കർമ്മഫലത്യാഗം ശരിയല്ല എന്ന് പറഞ്ഞാൽ. പക്ഷെ അഭിവരം അറിയാഞ്ഞിട്ടേ പറയുന്നത്. കർമ്മഫലത്യാഗത്തിന് ഒരു തെറ്റില്ല, അത് കറക്റ്റാ. പ്രതിഫലമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു കമ്പനിയിൽ പോയി നന്നായിട്ട് ജോലി ചെയ്യുമ്പോൾ നല്ല ശമ്പളം മേടിക്കാം, ഒരു തെറ്റുമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിരിക്കണം. അതിന്റെ എൻഡ് റിസൾട്ട്, ആ ജോലിയുടെ എൻഡ് റിസൾട്ട് എന്ത് സംഭവിക്കുന്നത് നമ്മളെ മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, വേറെ എന്തെല്ലാമോ ഫാക്ടറെ ആശ്രയിച്ചിരിക്കും. അപ്പൊ അതിനകത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല, നമ്മൾ അതിനകത്ത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് തന്നിരിക്കുന്ന ജോലി ഭംഗിയായിട്ട് ചെയ്യുക, അത്രമാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ആ പ്രകൃതിയുടെ നിയമം അനുസരിച്ച്, കർമ്മത്തിന്റെ തിയറി അനുസരിച്ച് നടന്നോളും. അങ്ങനെ വരുമ്പോ പിന്നെ നമുക്ക് എന്താ അതിനകത്ത് വിഷമിക്കാനുള്ളത്? നമുക്കൊന്നും വിഷമിക്കാനില്ല. ഇപ്പോ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിലൊക്കെ സംഭവിക്കുന്നത് അതാണ്. ഈ വയസ്സാം കാലത്ത് കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു ആത്മാവ് നമ്മുടെ വീട്ടിൽ വന്ന് ജനിക്കുന്നു, നമ്മുടെ ഒരു ഡ്യൂട്ടി ഉണ്ട്. നമ്മൾ മുഖാന്തരം ഒരു ആത്മാവ് ജനിക്കപ്പെട്ടാൽ നമുക്ക് നമ്മുടെ വീട്ടിലൊരു ശരീരം എടുത്താൽ, ഒരു ആത്മാ ശരീരം എടുത്താൽ, ആ ശരീരത്തിന് വേണ്ടത് എല്ലാം ചെയ്തു കൊടുക്കണം. ആ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം, നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം. അത്രയും കൊണ്ട് നമ്മുടെ കാര്യം തീർന്നു. അവരെ ഒരു 10-20 വയസ്സ് വരെ വളർത്തി അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും അവരുടെ ശരീര പോഷണത്തിനുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി അവിടെ തീർന്നു. പിന്നെ അവരായി അവരുടെ കർമ്മഫലങ്ങളായിട്ടാണ് പിന്നെ അവർ മുന്നോട്ട് പോകുന്നത്. അവിടെ നമ്മുടെ എന്തിനാ പ്രതീക്ഷിക്കുന്ന വേറെ പലതും? നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ടല്ലേ. നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് അവർ വളർന്നില്ല എന്നൊരു തോന്നലൊക്കെ വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ പ്രതീക്ഷിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുക, നന്മയ്ക്ക് വേണ്ടി ശ്രമിക്കുക, ധർമ്മപരമായിട്ട് ജീവിക്കുക, ധർമ്മം പറഞ്ഞു കൊടുക്കുക, അവരോട് മനസ്സിലാക്കുക. ധർമ്മപരമായിട്ട് ജീവിച്ചാൽ അതിൻ്റെതായ ഫലം ഈശ്വരൻ തരും. കർമ്മഫലം അനുസരിച്ചാണ് വരിക. നീ പഠിച്ചു, നന്നായിട്ട് പഠിച്ചു, പക്ഷെ പാസ്സായില്ല, കർമ്മഫലം വീണ്ടും ശ്രമിക്കുക, മാറ്റം വരുമല്ലോ. എപ്പോഴും ഒരു മോശമായ കാലം മാത്രമായിരിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നേർവഴിക്ക് നയിക്കണം. നമ്മൾ ആവശ്യമില്ലാതെ അതിന്റെ പുറകെ വിഷമിക്കാനും പോകരുത്. ഇപ്പോ എല്ലാം അങ്ങനെയാണ്. ചുമ്മാ വേവലാതിപ്പെടുകയാണ്. ആവശ്യമില്ലാത്ത വേവലാതികളാണ്. കുട്ടികളെ വളർത്തുന്നതിലാണ് ഏറ്റവും വലിയ വേവലാതി. നല്ലത് പറഞ്ഞു കൊടുക്കണം എന്ന് കവിഞ്ഞ് വേറെ യാതൊന്നും അവിടെ വേവലാതിക്ക് അർത്ഥമില്ല. ബാക്കി ഈശ്വരന് സമർപ്പിക്കാൻ സാധിക്കണം. ഈശ്വരനിൽ വിശ്വാസം വേണം, വേദത്തിൽ വിശ്വാസം വേണം, നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങളിൽ വിശ്വാസം വേണം, നമ്മൾ പറയുന്ന ശ്ലോകങ്ങളിൽ വിശ്വാസം വേണം. അതിനൊക്കെ അതിൻ്റെതായ ഫലമുണ്ട്, തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണല്ലോ. പിന്നെ എന്തേ അതിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ സ്വയം സമാധാനപ്പെടുത്താത്തത്? അപ്പൊ ആദ്യം സ്വയം സമാധാനപ്പെടുത്തണം, എന്നിട്ട് മറ്റവരെയും സമാധാനപ്പെടുത്താനായിട്ട് നമ്മുടെ പരമാവധി ശ്രമിക്കുകയും വേണം. അപ്പോ എല്ലാം കർമ്മബലം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇനി എന്താ പറയുന്നേ? അടുത്ത വരി എന്താ പറയുന്നേ? അത്ര ഭോക്ത അത്ര ജീവഃ ഗഗഃ. ഭോക്ത അത്ര ജീവഃ ഗഗഃ. അത്ര എന്ന് പറഞ്ഞാൽ ഈ സംസാരത്തില്, അത്ര ഈ സംസാരത്തില് അല്ലെങ്കിൽ ഈ സംസാര മരത്തില്, ഗഗഃ എന്ന് പറഞ്ഞാൽ പക്ഷികൾ. ആരാണ് പക്ഷികള്? ഈ മരത്തിലെ പക്ഷികൾ ആരാണ്? ജീവഃ, ജീവന്മാരാണ് ഈ മരത്തിലെ പക്ഷികൾ. ഗഗഃ എന്ന് പറയുന്ന മരത്തിലെ പക്ഷികൾ, ജീവഃ എന്ന് പറഞ്ഞാൽ ജീവന്മാർ, നമ്മൾ. ഭോക്താവായി മരത്തിലെ പക്ഷികൾ എന്താ ചെയ്യുന്നേ? ആ ഫലങ്ങളൊക്കെ നല്ല സ്വാദോടുകൂടി കഴിക്കുന്നു, അല്ലെ? എപ്പോഴും ഫലങ്ങൾ കഴിക്കുന്നു. മരത്തിൽ വന്നിരുന്ന് ധാരാളം ഫലങ്ങൾ ഭക്ഷിക്കുന്നു. ആ പക്ഷികൾ, ആ ഫലം തിന്നുന്ന പക്ഷികളെ പോലെയാണ് സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്ന ജീവന്മാർ. സംസാര വൃക്ഷത്തിലെ പക്ഷികളാണ് നമ്മൾ ഓരോരുത്തരും. സുഖദുഃഖങ്ങളെ നമ്മൾ അനുഭവിക്കുന്നു. പക്ഷികൾ സാധാരണ വൃക്ഷങ്ങളിൽ നല്ല ഫലങ്ങളുള്ള, പഴുത്ത ഫലങ്ങളുള്ള വൃക്ഷങ്ങളിൽ പക്ഷികൾ വന്ന് ഭക്ഷിക്കുന്ന പോലെ സംസാര വൃക്ഷത്തിൽ നമ്മള് ജീവന്മാര്
സുഖദുഃഖമായ ഫലങ്ങളെ അനുഭവിക്കുന്നു. ഇങ്ങനെ ഒരു മരം എത്രമാത്രം വേരൂന്നിയിരിക്കുന്നുവോ, അതാണ് ഇവിടെ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു മരം എത്രമാത്രം വേരൂന്നിയിരിക്കുന്നുവോ അത്രമാത്രം സംസാരം മനുഷ്യനെയും ഗ്രഹിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എത്രത്തോളം വൃക്ഷം അടിയിൽ ഉറച്ചു നിൽക്കുന്നുവോ, വേരുകളൊക്കെ പടർത്തി ശരിക്കും അവിടെ നന്നായിട്ട് ഉറച്ചു നിൽക്കുന്നുവോ, അതുപോലെയാണ് നമ്മളെയൊക്കെ സംസാരം ഗ്രഹിച്ചിരിക്കുന്നത്. അത്രയും അടിയിൽ പിടിച്ചിരിക്കുക സംസാരം നമ്മുടെയൊക്കെ. അവിടെ നിന്ന് ഇളകി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. വൃക്ഷത്തെ വെള്ളമൊഴിച്ച് വളമിട്ട് എല്ലാം നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നു നമ്മൾ. അതുപോലെയാണ് ഇവിടെ ഇന്ദ്രിയങ്ങൾ മുഖാന്തരം വൃക്ഷത്തിന് വെള്ളം ഒഴിച്ച പോലെ ഇവിടെ ആരാണ് വളർത്തുന്നത്? ഇന്ദ്രിയ സുഖങ്ങള്. ഇന്ദ്രിയങ്ങൾക്ക് നമ്മൾ വേണ്ടതൊക്കെ ചോദിക്കുന്നതൊക്കെ കൊടുത്ത് അവനെങ്ങ് വളർത്തി വലുതാക്കി വലിയൊരു വൃക്ഷമാക്കി അതിശക്തമായിട്ട് ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോ ഇന്ദ്രിയ സുഖങ്ങൾ പൂക്കളാണ്, ആകർഷിക്കപ്പെടുന്നുണ്ട്, ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകെ പോകുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളെയും സുഖിപ്പിക്കാനായിട്ട് നമ്മൾ നെട്ടോട്ടം നടത്തുന്നു. അപ്പോ എങ്ങനെയാണ് ഈ സംസാരം പ്രതിഷ്ഠമായത് എന്നുള്ളതിന് മറുപടിയാണ് ഇപ്പൊ തന്നത്. ഈ വൃക്ഷത്തെ കമ്പയർ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാ? സംസാരം ഒരു ജീവനിൽ എങ്ങനെ ഉറച്ചു നിൽക്കുന്നു, പ്രതിഷ്ഠമായിരിക്കുന്നു, വേർപെടുത്തി എടുക്കാൻ പറ്റുമോ? ഒരു ചെറിയ ചെടിയെ നട്ട്, നേരത്തെ അതാ പറഞ്ഞത്, നട്ട് 1-2 ദിവസത്തിനകം ചെറിയൊരു ഒരാഴ്ചക്കൊക്കെ മുളച്ചു വന്നൊരു ചെടിയെ പറിച്ചു കളയാൻ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരു വലിയ മരമായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ വെള്ളമൊഴിച്ച് വലുതാക്കി കൊണ്ടുവന്നു കഴിഞ്ഞ് ഒരു പ്രത്യേക ഒരു സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, അവിടെ കുറച്ച് സ്ഥലം വേണം, അല്ലെങ്കിൽ ഒരു കെട്ടിടം വെക്കണം, എന്തെങ്കിലും കാര്യം വേണം, അതിനെ എടുത്ത് കളയണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് പിന്നെ അനുഭവിക്കുന്നത്. എടുത്തു കളയാൻ എത്രമാത്രം പൈസ ചെലവാക്കണം, JCB അത് ഇതൊക്കെ കൊണ്ടുവന്ന് എന്തെല്ലാം പണി കഴിച്ചിട്ടാ അതിനെ ഒന്ന് എടുത്തു മാറ്റുന്നേ, ഇളക്കി മാറ്റുന്നേ. അപ്പൊ വേറൊരു ആവശ്യം വന്നപ്പോൾ അതുപോലെ ഇവിടെ എന്താണ് ഒരാവശ്യം വരാനുള്ള? ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം എന്താണ് എന്നൊരു അറിവുണ്ടാവും. അറിവുണ്ടാവുമ്പോൾ ഇപ്പൊ നമ്മളൊക്കെ ആ അറിവില്ല. ആ അറിവ് ഇപ്പൊ നമ്മൾ ഇതേവരെ അനുഭവിച്ചതൊന്നും അല്ല ശരിയായിട്ടുള്ള ജീവിത ലക്ഷ്യം. ഇതൊന്നും പക്ഷെ ഇത് നാച്ചുറലി ശരീരം കിട്ടിയത് കൊണ്ട്, പ്രാരബ്ധമുള്ളത് കൊണ്ട് ഇത് നമ്മൾ വഴിയൊക്കെ വേണ്ടത് തന്നെ, വരാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പൊ കുറെ കാലം മുമ്പ് നമുക്ക് മനസ്സിലായി അന്തിമ ലക്ഷ്യം ആക്ച്വലി ഇതൊന്നുമല്ല, മനുഷ്യജന്മത്തിന്റെ അന്തിമ ലക്ഷ്യം വേറെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ അന്തിമ ലക്ഷ്യത്തിലേക്ക് പോകണം. അപ്പൊ അങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് ഈ വേരൂന്നിയിരിക്കുന്ന ഈ സംസാരത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ചിന്ത വരുന്നത്. അപ്പൊ പറഞ്ഞു തരികയാണ് എത്രമാത്രമാണ് ഈ സംസാരം ഓരോ ജീവനിലും പ്രതിഷ്ഠമായിരിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി പറഞ്ഞത്. ഒരു വൃക്ഷത്തിനോട് ഉപമിച്ചുകൊണ്ട് സംസാരം എത്രത്തോളം അടിയിൽ വേരൂന്നിയിരിക്കുന്നു എന്ന് പറഞ്ഞു തന്നു ശങ്കരാചാര്യ സ്വാമികള്. ഭഗവാൻ ഭഗവത്ഗീതയില് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഒറ്റ വാക്കേ പറഞ്ഞോളൂ, നീ ഇതിനെ വെട്ടി വീഴ്ത്തണം, ഈ സംസാര വൃത്തത്തെ മുറിച്ചു കളയണം എന്ന് പറഞ്ഞു, വെട്ടി വീഴ്ത്തി കളയണം എന്ന് പറഞ്ഞു ഭഗവാൻ. നീക്കുക എന്ന് പറയുന്നു. അവിടെ പറഞ്ഞ 3 കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞത്. ആ സംസാര വൃക്ഷത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നു. ഇലകളെ വേദത്തിലെ കർമ്മകാണ്ഡം എന്ന് സങ്കല്പിക്കുന്നു. അവിടെ ഇലകളെല്ലാം എന്താ പറഞ്ഞ? അവിടെ വേദത്തിലെ കർമ്മകാണ്ഡമായിട്ട് സങ്കല്പിച്ചു. വൃക്ഷത്തിലെ ഇലകളാണല്ലോ അവിടെ അതിനെ പുഷ്ടിപ്പെടുത്തി നിർത്തിക്കൊണ്ടിരിക്കുന്നതും ആ ചെടിയെ നന്നായിട്ട് വളർത്തുന്നതും സൂര്യരശ്മിയിൽ നിന്ന് വേണ്ട ഭക്ഷണം പാകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് വൃക്ഷത്തിന്റെ പോഷണം നടത്തുന്നത് ഇലകളും പിന്നെ വെള്ളവും കൂടെ. അപ്പോ വേദത്തിലെ കർമ്മകാണ്ഡത്തെയാണ് അവിടെ അതിന് ഉപമിച്ചത്. കർമ്മകാണ്ഡം എന്താ പറയുന്നേ? വേദത്തിലെ കർമ്മകാണ്ഡം ഇന്ന പൂജ ചെയ്താൽ ഇന്ന ഫലം, ഇന്ന ഹോമം ചെയ്താൽ ഇന്ന ഫലം, ഇന്ന സ്തുതികൾ പാടിയാൽ ഇന്ന ഫലം, ഇന്ന വഴിപാട് നയിച്ചാൽ ഇന്ന ഫലം. ഇങ്ങനെ മനുഷ്യന്റെ സുഖജീവിതത്തിന്, ജീവിതത്തില് സങ്കടങ്ങൾ മാറാൻ, സുഖങ്ങൾ കിട്ടാൻ, ഐശ്വര്യം ഉണ്ടാകാൻ, ധനം സമ്പാദിക്കാൻ, പുത്രൻ ഉണ്ടാകാൻ, കുട്ടികൾ ഉണ്ടാകാൻ, ചില അസുഖങ്ങൾ മാറാൻ, ഇങ്ങനെ പലതരത്തിലുള്ള പൂജാദികളെ കുറിച്ചൊക്കെ വേദത്തിൽ പറയുന്നുണ്ട്. ഇത് കർമ്മകാണ്ഡമാണ്. ആ കർമ്മകാണ്ഡം
ഒരിക്കലും ഒരു കർമ്മം ചെയ്ത മോക്ഷം കിട്ടുന്ന പറയത്തില്ല. അങ്ങനെ ഇല്ല കർമ്മകാണ്ഡത്തില്. മോക്ഷം എന്നത് കിട്ടാനായിട്ടുള്ള ഒരു കർമ്മം, അങ്ങനെ ഒരു പൂജയോ ഒരു കർമ്മമോ ഇല്ല. ഇതെല്ലാം കർമ്മകാണ്ഡത്തിൽ പറയുന്നതെല്ലാം ഈ ഇവിടെ വന്ന് ജനിച്ച ശേഷം ഈ ജീവിതത്തെ നല്ലതാക്കി കൊണ്ടുപോകാനുള്ളതാണ്. ഈ ജീവിതത്തെ നല്ലതാക്കുക. അപ്പൊ അങ്ങ് നല്ലതാക്കുന്നത് എങ്ങനെയാണ്? ധർമ്മപരമായിട്ട് ചെയ്യാൻ. അതിനാണ് കർമ്മകാണ്ഡം. ധർമ്മപരമായിട്ട് ചെയ്യാനായിട്ട്. അപ്പൊ കർമ്മകാണ്ഡത്തിന്റെ ഒരു ദൂഷ്യം പറയുമ്പോ ആഗ്രഹങ്ങളെ അത് സ്വല്പം ഉണർത്തും എന്നൊരു സംഭവം പറയുന്നുണ്ട്. ഇന്ന ഒരു ഹോമം ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന പ്രയോജനം ഉണ്ടാവും എന്ന് പറയുമ്പോൾ നേരത്തെ അതറിയാതിരുന്ന ഒരാള് ഒരു പുതിയ കാര്യം അറിയാണ്. ഇന്ന ഹോമം ചെയ്താൽ ഇന്ന സംഭവം ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്തുണ്ടാവും ഇയാളുടെ മനസ്സിൽ? ഓ, അത് കിട്ടുമല്ലേ ഇന്ന ഹോമം ചെയ്താൽ, എന്നാ നമുക്ക് ആ ഹോമം ചെയ്താലോ എന്നുള്ള ആലോചന വരും. ഇന്ന് ആ പൂജ ചെയ്താൽ ഇന്ന ഗുണം ഉണ്ടാവും, അത് ചെയ്താലോ. ഇല്ലേ? ഇപ്പൊ യൂട്യൂബിലൊക്കെ ആൾക്കാർ ഇതിന്റെ പരസ്യമാണ് ഇഷ്ടം പോലെ. ആ പൂജ, ഈ പൂജ നിങ്ങൾക്ക് ഇന്നത് കിട്ടും, 24 മണിക്കൂറുള്ള ബലം കിട്ടും, 6 മണിക്കൂറുള്ള ബലം കിട്ടും, 3 ശ്ലോകം ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ 9 തരം ഫലം ഒന്നിച്ചു കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള പരസ്യങ്ങളാണ്. എല്ലാവരും പരസ്യങ്ങളാണ് കൊടുക്കുന്നത് ഓരോന്നിന്റെയും. ഇത് കർമ്മകാണ്ഡത്തിന്റെ പ്രത്യേകതയാണ്. കർമ്മകാണ്ഡമാണ് ഈ പണി ഒപ്പിക്കുന്നത്. അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. പക്ഷെ എന്തായാലും വേദമന്ത്രങ്ങളല്ലേ, ഈശ്വരനെ സ്തുതിക്കുന്ന മന്ത്രങ്ങളല്ലേ, അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടും. അത് ഗുണങ്ങൾ എന്നേ പറയാൻ പറ്റുള്ളൂ. അതൊരു സമാധാനം എന്താണെന്ന് കഴിഞ്ഞാൽ അതൊന്നും ആരെയും ദ്രോഹിക്കുന്ന കാര്യങ്ങളല്ല, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ അത് ധർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ. അതിനിടയ്ക്കാണ് ആൾക്കാർ ഓരോ വിഡ്ഢിത്തങ്ങൾ കാണിച്ച് ഓരോരുത്തരെ എന്താ പറയാ കൊല്ലാനൊക്കെ പോകുന്നതും ബലി കൊടുക്കുന്നതും രക്തം കൊടുക്കുന്നതും ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നത്. അതിനെയും ഒരു കൂട്ടർ പ്രോത്സാഹിപ്പിക്കുന്നു. അതൊക്കെ അറിവില്ലായ്മ, അജ്ഞാനത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അജ്ഞാനത്തിന്റെ പടുകുഴിയിൽ. നമുക്ക് ആലോചിച്ചാൽ അറിയാലോ, വേറൊരാളെ വേദനിപ്പിച്ചാൽ ഏത് കർമ്മവും മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് ധർമ്മപരമായ കർമ്മമല്ല. ധർമ്മപരമായ കർമ്മമല്ലാത്തത് കൊണ്ട് ഒരിക്കലും അതിൻ്റെതായ നല്ല ഗുണങ്ങൾ കിട്ടില്ല. പാപം എന്നൊരു കാര്യം മാത്രമേ അതിൽ കൂടി വരുള്ളൂ. ഒരു സംശയവും വിചാരിക്കണ്ട. ഇനി പാപം പുണ്യം കൂടെ മിശ്രിതമായി വരില്ല, ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. അപ്പൊ നല്ലത് ചെയ്താൽ മാത്രമേ പുണ്യം ലഭിക്കുള്ളൂ. ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു കർമ്മത്തിൽ ഒരാൾക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പാപം തന്നെയാവും. അതല്ലേ നമ്മുടെ ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ധർമ്മപരമായിട്ടാണ് ഈ കർമ്മകാണ്ഡത്തിൽ ശരിക്കും വിശ്വസിച്ച് നല്ല രീതിയിൽ പോയാൽ അയാൾ ധർമ്മപരമായിരിക്കും. അപ്പൊ ഒരാളുടെ കാര്യം മോഷ്ടിക്കാൻ പോവേ, വേറൊരാളുടെ കയ്യിലുള്ളത് തട്ടിപ്പറിക്കാൻ പോവേ ചെയ്യില്ല. കാരണം എനിക്ക് 4 നാമം ജപിച്ചാൽ പുണ്യം കിട്ടും, അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടാവും എന്ന് പറഞ്ഞാൽ അത് വേറെ ആരെയും വേദനിപ്പിക്കുന്നില്ലല്ലോ. ഇവിടെ ഒരു സഹസ്രനാമം, നിങ്ങൾ 7 ദിവസം സഹസ്രനാമം ജപിക്കും, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മാറും എന്നൊരു ഗുരുനാഥൻ പറയുമ്പോൾ ആ സഹസ്രനാമം ജപിക്കുമ്പോൾ നിങ്ങൾ വേറെ ആരെയും ഉപദ്രവിക്കുന്നില്ല, വേറെ ആരെയും പറ്റിക്കുന്നില്ല, വേറെ ആരുടെയും മോഷ്ടിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നേരിട്ട് സാക്ഷാൽ ജഗദീശ്വരനെ, ആരാണോ ജന്മം തന്നെ ആ ജഗദീശ്വരനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ തെറ്റൊന്നുമില്ല. നേരെ മറിച്ച് ഒരാൾ പറയാണ് നിങ്ങളുടെ കയ്യിൽ കാശാണ്, നിങ്ങളുടെ മുമ്പിലല്ല മറ്റേ ആ വീട്ടിൽ കാശുണ്ടോ, കുറച്ച് അവരുടെ ചോദിക്കാൻ പറ്റില്ല, അവർക്ക് തന്നാ എന്താ, അങ്ങനെ ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, തന്നാ എന്താന്ന് അല്ലേ. ധർമ്മക്കാരെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് തന്നാ എന്താന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കുന്ന കാലമാണ്. അപ്പൊ തന്നെ അറിയാലോ. അപ്പൊ എങ്ങനെയാണ് ധർമ്മപരമായി ജീവിക്കേണ്ടതെന്ന് നമുക്ക് മുന്നിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണാം. അധർമ്മമായിട്ട് ജീവിക്കുന്നവരെ നമുക്ക് ഇഷ്ടംപോലെ കാണാം, അതാണ് കൂടുതൽ. അതിനിടയിൽ ധർമ്മപരമായിട്ട് എങ്ങനെ ജീവിക്കാം എന്ന് കാണിച്ചു തരുന്നവരുണ്ട്. അപ്പോ നമ്മുടെ ജീവിതം, നമ്മുടെ കർമ്മമാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതും നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ കൊണ്ടുപോകുന്നതും അതിന്റെ പരിമിതികളും എല്ലാം നമ്മുടെ കർമ്മം കൊണ്ടുണ്ടായതാണെന്ന് അറിയുമ്പോൾ അസൂയ ഉണ്ടാവില്ല. വേറൊരാളുടെ ജീവിതവുമായിട്ട് നമ്മുടെ ജീവിതത്തെ കമ്പയർ ചെയ്യാൻ പോവില്ല. അവർക്കത് കിട്ടി എനിക്കിത് കിട്ടിയില്ല എന്നുള്ള സങ്കടം ഉണ്ടാവില്ല. നേരെ ചൊവ്വനെ ജീവിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞത് കർമ്മകാണ്ഡത്തിലെ പ്രയോജനം എന്ന് പറയുന്നത് ആഗ്രഹത്തെ ഉണർത്തുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. കർമ്മം ചെയ്യാൻ ഇത് പ്രേരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഉപനിഷത്ത് കർമ്മകാണ്ഡത്തിന്റെ പുറകെ പോകരുതെന്ന് ശങ്കരാചാര്യസ്വാമികളുടെ നമ്മൾ ആദ്യം പഠിക്കാൻ തുടങ്ങിയ കാലത്ത് തന്നെ പറഞ്ഞിരുന്നു. കർമ്മകാണ്ഡത്തിൽ പോയി വീണ് കിടക്കരുത്. ജീവിതത്തെ ഒരു പരുവമാക്കുന്നവരെ കർമ്മകാണ്ഡമൊക്കെ ശരിയാ, ആ വഴി കൂടെ വരാതെ പറ്റില്ല. കർമ്മകാണ്ഡത്തിൽ കൂടി പ്രവേശിച്ചല്ലാതെ ഇപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. പക്ഷെ പ്രവേശിച്ച് ഇപ്പുറത്തേക്ക് കടക്കണം. കർമ്മകാണ്ഡത്തിൽ മാത്രം ജീവിച്ച് മരിക്കരുത്. അതാണ് പറഞ്ഞു തന്നത് ശങ്കരാചാര്യസ്വാമികൾ. അവസാന കാലം കുറെ മുന്നോട്ട് പോയിട്ടെങ്കിലും ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് അടുത്ത വാനപ്രസ്ഥത്തിലേക്ക് പ്രവേശിക്കുമ്പോഴെങ്കിലും ഉപനിഷത്തിൽ കൂടി വന്ന് ജ്ഞാനം സമ്പാദിച്ച് ശരീരം വിടണം. അതാണ് പറഞ്ഞത്. അപ്പോ ഒരു മരം നന്നായിരിക്കുവാൻ കാരണം ഇലകളാണ്.
ആ ഇലകൾ മരത്തെ സംരക്ഷിക്കുന്നത് പോലെ ജീവന്റെ സംസാരത്തെ കാത്തു രക്ഷിക്കുന്നത്, വളർത്തുന്നത് വേദത്തിലെ കർമ്മകാണ്ഡം. അവിടെയാണ് കർമ്മകാണ്ഡത്തിന്റെ പോരായ്മയെ മനസ്സിലാക്കേണ്ടത്. ഇലകൾ അതിനെ സംരക്ഷിച്ച് പോറ്റി വളർത്തുന്നത് പോലെ കർമ്മകാണ്ഡത്തിലെ കർമ്മങ്ങൾ എന്ത് ചെയ്യും? ആഗ്രഹങ്ങളെ ഉത്തേജിപ്പിച്ചു കൊണ്ടുപോകും. ഒരിക്കൽ ഒരു കർമ്മം ചെയ്ത് കുറച്ച് ഫലം കിട്ടിയ പിന്നെ എന്ത് ചെയ്യും? നാച്ചുറലി വീണ്ടും വീണ്ടും കൂടുതൽ ഐശ്വര്യം സമ്പാദിക്കാനുള്ള മോഹം ഉണ്ടാവും. അതല്ലേ എല്ലായിടത്തും നടക്കുന്നതല്ലേ. ഒരു ഐശ്വര്യം വേണമെന്ന് തുടങ്ങി എന്തോ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടും പൂർവ്വജന്മ കർമ്മ സുഹൃതം കൊണ്ടും അത് നടന്നു. പിന്നെന്തായി? അത് കൂടുതൽ കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹങ്ങൾ വന്നു തുടങ്ങി. അതാണ് ഇപ്പൊ കാണുന്ന അമ്പലങ്ങളിലേക്കുള്ള ആൾക്കാരുടെ ഓട്ടവും വഴിപാടിന്റെ ബാഹുല്യവും. ഇപ്പൊ നോക്കിയാൽ അറിയാം എന്തെല്ലാം വഴിപാടുകളാണ് ചെയ്യുന്നത്. മനുഷ്യനല്ലേ, വെറുതെ ചെയ്യുവോ? അതിന്റെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ ചെയ്യുന്നത്, അല്ലാതെ ഒരു സംശയമില്ല. എന്തിനാണ് അമ്പലങ്ങളിൽ ഇത്രയും വഴിപാട് ചെയ്യുന്നത്? എന്തെല്ലാം നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ലേ. അതിനകത്ത് തെറ്റല്ല ഞാൻ പറയണേ. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഉപനിഷത്ത് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇനി ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പോകരുത്. അവിടെ നിന്ന് വിട്ടുവരേണ്ടവരാണ് നമ്മൾ. അതൊക്കെ നേടി ജീവിതത്തിൽ ആദ്യം ഉപനിഷത്ത് വാക്യങ്ങൾ അറിയാതിരുന്ന കാലം, ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം എന്താണെന്ന് അറിയാതിരുന്ന കാലം, ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലും ജീവിതത്തിലെ നേട്ടങ്ങളുടെയും പുറകെ ഓടിക്കൊണ്ടിരുന്ന കാലം, എങ്ങനെയെങ്കിലും തത്രപ്പെട്ട് മുന്നോട്ട് വരണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കാലം, ആ കാലത്തിൽ കർമ്മകാണ്ഡം നമ്മളെ സഹായിച്ചു. നമ്മൾ ഇത്രയും വരെ മുന്നോട്ട് വന്നു. പിന്നെ കർമ്മകാണ്ഡം നമ്മളെ ഒന്നുകൂടെ സഹായിച്ചു. എന്താണ് നമ്മൾക്ക് കർമ്മകാണ്ഡം ചെയ്തു തന്നത്? നമ്മുടെ മനസ്സില് തത്വജ്ഞാനം ഉണ്ടാകണം എന്നുള്ളൊരു ചിന്ത കൂടി ഉണ്ടാക്കി തന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ കർമ്മകാണ്ഡങ്ങളിലെ പ്രവൃത്തി തന്നെയാണ്. ആ കർമ്മകാണ്ഡങ്ങളിൽ കൂടി നമ്മൾ സത്യസന്ധരായി ധർമ്മപരമായി നമ്മൾ ജീവിച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഉപനിഷത്ത് വാക്യം കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായതും അതിൽ അഭിരുചി ഉണ്ടായതും. ഏറ്റവും വലിയ കാര്യമാണ് അഭിരുചി. വേദവാക്യങ്ങളിൽ, വേദാന്ത വാക്യങ്ങളിൽ അഭിരുചി ഉണ്ടായത് ചുമ്മായല്ല, കർമ്മകാണ്ഡങ്ങളിൽ കൂടി കടന്നു വന്നിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമ്മൾ പുറകോട്ടൊരു യാത്ര നമ്മൾ ചെയ്യരുത്. നമ്മൾ ഈ ലോകത്തിൽ പലതും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടായി പറയുന്നത്. യൂട്യൂബിലും ഇതിലൊക്കെ കണ്ടമാനം ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത് കൊണ്ടും ഇപ്പൊ നോക്കിയാൽ അറിയാം, ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് തീർത്ഥയാത്രയ്ക്കാണ്. ഭയങ്കര തീർത്ഥയാത്രയുടെ ബഹളം, ഒരു രക്ഷയില്ല. അപ്പൊ എന്താണ് അതുകൊണ്ട് നടക്കുന്നത്? അതിലെന്താണ്? യഥാർത്ഥ ഭക്തിയാണോ അതിനകത്ത്? ഇല്ല. പുറത്തു പോകാനുള്ളൊരാഗ്രഹം, പല സ്ഥലങ്ങളും കാണാനുള്ളൊരാഗ്രഹം, അതാണ് കൂടുതൽ. പേര് ഭക്തിയുടെ പേരാണ്, പക്ഷെ ആക്ച്വലി അല്ല. ഓരോരുത്തരും അവനവന്റെ ഉള്ളിലേക്കും തിരിഞ്ഞു നോക്കി അറിയാം. അയ്യോ അവിടെ പോയില്ലെങ്കിൽ എങ്ങനെയാ? ഋഷികേശിൽ പോയി, അവര് പോയി, ഇവര് പോയി, നമ്മൾ പോയില്ലെങ്കിൽ എങ്ങനെയാ? പല അമ്പലങ്ങളിലും പോകുന്ന അതിന്റെ പുറകിലാണ്. അതേസമയം ഉള്ളിലുള്ള ഈശ്വരനെ ഒരു നേരം ഒന്ന് തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവനവന്റെ ഉള്ളിലുള്ളത് ഈശ്വരനെ. ആ ഈശ്വരനെ കൊണ്ടാ നടക്കുന്നത്. ലോകം മുഴുവൻ നടക്കുന്ന ഇതും കൊണ്ടാ. പക്ഷെ ഉള്ളിലുള്ള ആ ഭഗവാനെ, നമ്മളെ കാത്തുരക്ഷിക്കുന്ന ആ ഭഗവാനെ, നമ്മളെ ഓരോ ദിവസവും രാവിലെ ഉണർത്തുന്ന ആ ഭഗവാനെ, ഓരോ ദിവസവും ഉറക്കുന്ന ഭഗവാനെ, ഓരോ ദിവസവും കുഞ്ഞെ ഇതാണ് യഥാർത്ഥമായുള്ളത്, ഇന്ദ്രിയങ്ങളെയെല്ലാം അകത്തേക്ക് വലിച്ച് മനസ്സിനെ പോലും നിശ്ചലമാക്കി ഒരു സെക്കൻഡെങ്കിലും ഒരു പൂർണ്ണമായ അഗാധ നിദ്ര തരുന്ന ആ ഭഗവാനെ, കഴിക്കുന്ന ഭക്ഷണത്തെ എന്നും ദഹിപ്പിക്കുന്ന ഭഗവാനെ, കേൾക്കുന്ന ചെവിയെ എപ്പോഴും വർക്കിയിപ്പിക്കുന്ന ഭഗവാനെ, കാണുന്ന കണ്ണിനെ എപ്പോഴും പ്രവർത്തിപ്പിച്ചു തരുന്ന ആ ശക്തിയെ, എപ്പോഴും ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ട് ഈ ശരീരത്തെ നിലനിർത്തുന്ന ആ ഭഗവാനെ, എന്തെല്ലാം പറയാനുണ്ട് നോക്കുകയാണെങ്കിൽ. ആ ഭഗവാൻ ചെയ്യാത്ത കാര്യങ്ങളുണ്ടോ? ഭഗവാനല്ലേ നമ്മളാക്കി നിർത്തിയിരിക്കുന്നേ. ആ ശക്തിയല്ലേ. നേരത്തെ നമ്മൾ പഠിച്ചല്ലോ, ആത്മ അനാത്മാ വിചാരത്തിൽ പഠിച്ചില്ലേ? ഈ അനാത്മാവായ ഈ ശരീരത്തെ ആരാണ് നിലനിർത്തുന്നേ? ആ ആത്മശക്തിയല്ലേ. അതല്ലേ ഈശ്വരൻ, അതല്ലേ ജഗദീശ്വരൻ, അതല്ലേ ഗുരുവായൂരപ്പൻ, അതല്ലേ പരമേശ്വരൻ, അതല്ലേ കൈലാസനാഥൻ, അതല്ലേ ദേവി. ഇനിയെങ്കിലും ഇത് മനസ്സിലായെങ്കിൽ ഇത് എന്ന് മനസ്സിലാവും? ഈ ശരീരം പോയി ഇനി വല്ലതും മനസ്സിലാവുമോ? ഇപ്പോഴല്ലേ മനസ്സിലാക്കാൻ പറ്റുന്നേ. ഇപ്പൊ മനസ്സിലാക്കിയിട്ട് വേണ്ടേ ശരീരം വിടാൻ. ഇനിയൊരു ശരീരം എടുക്കേണ്ടി വരരുതല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കർമ്മകാണ്ഡത്തിനെ കുറിച്ച് ഇവിടെ ഭഗവാൻ അതുകൊണ്ടാണ് പറഞ്ഞു തന്നെ.
അപ്പൊ ഗീതയില് ഇത് കേൾക്കുമ്പോഴത്തേക്കും ചിലര് ഈ ഒന്നും അറിയാൻ മേലാതെ കണ്ട് ഭഗവാൻ കർമ്മം ഒന്നും അമ്പലത്തിൽ പോകണ്ട, അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോകണ്ട, ഒന്നും വേണ്ട, കർമ്മകാണ്ഡം തെറ്റാന്ന് ഗീതയെ പറഞ്ഞിട്ട് പലരും എന്നോട് പല തർക്കങ്ങളും ഉണ്ടായി. കർമ്മകാണ്ഡം ശരിയല്ല, വേദം ശരിയല്ല. ഉടനെ പറയുന്ന അടുത്ത വാക്കാണ് വേദം വേണ്ട, കർമ്മകാണ്ഡം വേണ്ടെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. കർമ്മം എന്ന് പറഞ്ഞാൽ വേദമാണ്, വേദം വേണ്ട. അങ്ങനെയൊന്നുമല്ല. അത് വേണ്ട സമയത്ത് വേണം, വേണ്ടാത്ത സമയത്ത് വേണ്ട. അതാണ് എന്റെ മനസ്സിലായി. വേണ്ടത് വേണ്ട സമയത്ത് വേണം, വേദത്തിലുള്ളതൊന്നും വേണ്ടാത്തതൊന്നും വേദത്തിൽ എഴുതി വെക്കില്ല. അതെന്തേ മനസ്സിലാകാത്ത? വേദത്തിൽ വേണ്ടാത്തതൊന്നുമില്ല, വേണ്ടത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഓരോന്നിനും ഓരോ സമയമുണ്ട്. അതാത് സമയത്ത് അതാത് കാര്യങ്ങൾ ചെയ്യാം. പൂർവജന്മമായിട്ട് കിട്ടിയിരിക്കുന്ന പല ദോഷങ്ങൾ കൊണ്ടും പല പാപങ്ങൾ കൊണ്ടും ഈ ജന്മം എടുത്ത് നടക്കുമ്പോൾ അതിൽ നിന്ന് മുന്നോട്ട് വരാൻ ധാർമ്മികമായിട്ട് വീണ്ടും നല്ല ജീവിതം നയിച്ച് അന്തിമ ലക്ഷ്യത്തിലേക്ക് എന്തെങ്കിലും എത്തിപ്പെടണമെങ്കിൽ കർമ്മകാണ്ഡത്തിൽ പറഞ്ഞ കർമ്മപരമായ കാര്യങ്ങൾ ധർമ്മപരമായി ചെയ്താലേ മുന്നോട്ട് പോകും. അപ്പോ ആവശ്യമുണ്ടോ ഇല്ലയോ? ആവശ്യമുണ്ട്. കർമ്മകാണ്ഡം ആവശ്യമുണ്ട്. എങ്ങനെ? പ്രാരബ്ധം അനുഭവിച്ച് ജീവിക്കുമ്പോ അതിൽ കുറെ രക്ഷപ്പെടാനായിട്ട്. എന്തിനാ രക്ഷപ്പെടുന്നത്? എന്തിനാ? തത്വജ്ഞാനത്തിലേക്ക് പോകാനായിട്ട്, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അപ്പോ ധർമ്മപരമായിട്ടുള്ള ചിന്ത വരണമെങ്കിൽ കർമ്മകാണ്ഡത്തിൽ കൂടെ തന്നെ പോകണം. അല്ലാതെ എങ്ങനെയാ മനുഷ്യൻ ധർമ്മിഷ്ഠനാവുക? വേറൊരാളുടെ കയ്യിലുള്ള തട്ടിപ്പറിക്കാൻ പോയ ധർമ്മിഷ്ഠനാവുമോ? ഇല്ല. എന്താ? നമുക്ക് ജീവിക്കുകയും വേണം. നമുക്ക് ജീവിക്കാനുള്ള സമ്പത്തും സാഹചര്യങ്ങളും എല്ലാം ഉണ്ടാകണം. ഉണ്ടാകണമെങ്കിൽ അതിനുള്ള വകുപ്പ് ഉണ്ടാവണമല്ലോ. അപ്പൊ എന്താ? നമ്മുടെ കയ്യിലില്ല. അപ്പൊ പ്രാർത്ഥിച്ച് ഈശ്വരൻ മുഖാന്തരം നല്ല ജോലി കിട്ടി, നല്ല സമ്പാദിച്ച് അധ്വാനിച്ച് പ്രതിഫലം മേടിച്ച് ജീവിക്കാൻ സാധിക്കണം. അല്ലാതെ വേറൊരാളുടെ കയ്യിലുള്ളത് തട്ടിപ്പറിക്കാൻ പോയാലോ? അപ്പൊ വേദം പഠിച്ചില്ലെങ്കിൽ തട്ടിപ്പറിക്കാൻ പോകും. ഇന്ന് കാണുന്നത് അതാണ്. വേദം പഠിക്കാത്തത് കൊണ്ട് എന്താണ് അപജയം ഉണ്ടായത് നാട്ടില് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. പാപഭീതി ഇല്ലാതെ കണ്ടായി. മറ്റുള്ളവരുടെ കയ്യിലുള്ളത് തട്ടിപ്പറിക്കുന്നത് തെറ്റാണെന്നോ പാപമാണെന്നോ ഇതിന്റെ ഭവിഷ്യത്ത് നാളെ അനുഭവിക്കേണ്ടി വരുമെന്നോ മനസ്സിലാക്കാതെ പോയി. അത് തന്നെയാണ് പ്രകൃതിയോടും ചെയ്യുന്നത്. പ്രകൃതിയിൽ നിന്ന് ചൂഷണം ചെയ്യുക ധർമ്മപരമായിട്ടുള്ളതല്ലോ. വേദത്തിൽ എങ്ങനെയാ പ്രകൃതിയെ സംരക്ഷിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്? ജലത്തെ ആരാധിക്കണം. ആപോവാ ഇതം സർവം വിശ്വഭൂതാന്യ ആപഹ പ്രണവ ആപഹ പശവ ആപഹ, അങ്ങനെ കിടക്കുന്നു മന്ത്രങ്ങൾ. അഗ്നിദേവനെ പൂജിക്കാൻ പറയുന്നു, പർവ്വതങ്ങളെ പൂജിക്കാൻ പറയുന്നു, നദികളെ പൂജിക്കാൻ പറയുന്നു. നമ്മൾ നദികളെയൊക്കെ പൂജിച്ചുകൊണ്ടിരുന്നവരാണല്ലോ. ഗംഗേ യമുനേ ജൈവ ഗോദാവരി സരസ്വതി, ഇല്ലേ? എല്ലാം പറയുന്നുണ്ട്. സപ്ത നദികളെയും പറഞ്ഞാണ് അഭിഷേകം വരെ ചെയ്യുന്നത് ഭഗവാന്. കുഞ്ഞുങ്ങളേതാണല്ലോ പഠിപ്പിക്കുന്നത്. കുളിക്കുമ്പോൾ പോലും തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഒഴിക്കുന്ന പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഈശ്വരനെ അഭിഷേകം ചെയ്യുന്ന പോലെ വേണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അറിയണം. അറിയാത്ത സ്ഥലങ്ങളിലാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. പ്രകൃതിയെ ചൂഷണം ചെയ്ത് പ്രകൃതിയെ ആരാധിക്കാൻ എന്തുകൊണ്ട് വേദം പറഞ്ഞു? പ്രകൃതിയെ ആരാധിക്കുന്നവൻ പ്രകൃതിയെ മലിനമാക്കില്ല. ആക്കുവോ? ഇല്ലല്ലോ. വീട്ടിൽ വിളക്ക് കത്തിച്ച് വെക്കുമ്പോ എങ്ങനെയാ? പറമ്പിൽ ചവറ് കത്തിക്കുന്ന പോലെയാണോ വിളക്ക് കത്തിക്കുന്നത്? അല്ലല്ലോ. വിളക്ക് കത്തിക്കുന്നത് ഏറ്റവും ഭംഗിയായിട്ട് തുടച്ച് വൃത്തിയാക്കി നല്ല നീറ്റായിട്ടുള്ള വിളക്ക് കത്തിക്കുക. ഇതേ സങ്കല്പം പ്രകൃതിയുടെ എല്ലാത്തിനോടും വേണ്ടേ? അഗ്നിക്കാ കൊടുക്കുന്ന സങ്കല്പം തന്നെ എല്ലായ്പ്പോഴും വേണം. ഭൂമിയെ എങ്ങനെ നോക്കണം? നമുക്ക് വേണ്ട കോടാനുകൂടി ജീവന്മാർക്ക്, മനുഷ്യൻ മാത്രമല്ല സകല ജീവികളെയും തീറ്റിപ്പോറ്റുന്നത് ആരാണ്? ഇവിടെ ജീവനുള്ള ഏതിനെയും തീറ്റിപ്പോറ്റുന്നത് ആരാണ്? ഭൂമി തന്നെയാണ്. എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? ആ അമ്മയല്ലേ തീറ്റിപ്പോറ്റുന്നത്. ഭൂമി എന്ന മാതാവാണ് എല്ലാ ജീവനെയും തീറ്റിപ്പോറ്റുന്നത്. എത്ര കാലമായി? ആർക്കും അറിയാൻ പറ്റില്ല, അല്ലേ? അറിയാൻ പറ്റില്ല. എത്രയോ കാലങ്ങളായി അറിയാൻ പറ്റില്ല. ഇനി എത്ര കാലം ഉണ്ടാവും അതും ആർക്കും അറിയില്ല. യുഗങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്. എന്തിനെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? എല്ലാ വിളകളും ഉണ്ടാവുന്നു. ഇനി മഴയും കാറ്റും എത്ര കാലങ്ങളായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. മഴ വരുന്നു, വെയിൽ വരുന്നു, മഞ്ഞ് വരുന്നു, ഇങ്ങനെ മാറി 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 എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് വേദം പറയുന്നത്. നിങ്ങൾ എല്ലാത്തിനെയും ആരാധിക്കൂ. ഇടിമിന്നലിനെ ആരാധിക്കുന്നുണ്ട്, എല്ലാത്തിനും ആരാധിക്കുന്നു. പ്രകൃതിയെ മുഴുവൻ ആരാധിക്കണം. വായു ഭഗവാൻ എന്താണ്? വായു കിട്ടാത്തപ്പോൾ ഒരു ബുദ്ധിമുട്ട് കണ്ടില്ലേ? കോവിഡ് വന്നപ്പോ കണ്ടല്ലോ വായുവിന്റെ ബുദ്ധിമുട്ട്. അന്നേരം ഒന്നും ഓർക്കണില്ലല്ലോ ഭഗവാനെ കുറിച്ച് പോലും, വായു ഭഗവാനെ കുറിച്ച് പോലും ഓർത്തോ? ആരെങ്കിലും ഓർത്തോ കോവിഡ് വന്നപ്പോ? അത് കഴിഞ്ഞപ്പോ പിന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് ഭഗവാനെ ഈശ്വര എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയാണ് ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഭൂമി ഈശ്വരനാണ്, വായു ഈശ്വരനാണ്, ആകാശം ഈശ്വരനാണ്,
വെള്ളം ഈശ്വരനാണ്. എല്ലാം പഞ്ചഭൂതങ്ങളല്ലാതെ ഇവിടെ യാതൊന്നുമില്ല. പഞ്ചഭൂതങ്ങൾ ഈശ്വരനാണ്. അതിനെ ആരാധിക്കൂ, അതിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചോളൂ. നിങ്ങൾക്ക് വേണ്ടി തന്നെ അതൊക്കെ തന്നിരിക്കുന്നേ, നന്നായിട്ട് ഉപയോഗിക്കൂ. ഇതൊക്കെ ഈ വേദമാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ കർമ്മകാണ്ഡം വേണോ വേണ്ടയോ? വേണം. കർമ്മകാണ്ഡത്തിലാണ് പറയുന്നത് ഇതെല്ലാം. അസുഖങ്ങളുള്ളവര്, ഓരോ പഞ്ച ഇന്ദ്രിയങ്ങൾക്ക് അസുഖങ്ങൾ വരുന്നവര്, പഞ്ചഭൂതങ്ങളിൽ ഏതിന്റെ എവിടെ നമ്മൾ ചെയ്ത പാതകമാണ്, നമ്മൾ ഏതെങ്കിലും ജന്മത്തിൽ ഏതെങ്കിലും പഞ്ചഭൂതങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി മലിനമാക്കുകയോ വൃത്തികേടാക്കുകയോ അതിനെ അപഹസിക്കുകയോ ചെയ്ത് കാണും. അപ്പോ ആ പഞ്ചേന്ദ്രിയത്തിന്റെ അവിടെ ഒരു പാപം അംശം വരും. അങ്ങനെ നമ്മുടെ ശരീരത്തിന് ദോഷം വരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. അപ്പൊ പിന്നെ ആ വഴിക്ക് പോരണ്ടേ? ആ വഴിയിൽ കൂടി ധർമ്മപരമായിട്ട് വന്നാലേ ഇന്ന് നമ്മൾ ഇരിക്കുന്നിടത്ത് എത്താൻ പറ്റില്ല. അപ്പൊ ഒരു കാര്യം, വളരെ സന്തോഷിക്കാൻ ഒരു കാര്യമുണ്ട് നമുക്കൊക്കെ. നമ്മള് അത്രയും നല്ലവരായി ജീവിച്ചത് കൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് ഈ വേദാന്തം ശ്രവിക്കാനെങ്കിലും സാധിക്കുന്നത്. അതുകൊണ്ട് അവനവനെ കുറച്ച് കാണരുതാരും. അതൊരു പ്രത്യേകം ഞാൻ പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ആരും അവനവനെ കുറച്ച് കാണരുത്. നമ്മൾ അതുമാതിരി പ്രാപ്തിയായവരാണ്. ഇനി ഇതിനെ കൂട്ടണം, കൂടുതൽ ശോഭിപ്പിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മളാരും ഒരു ഗ്രേഡിൽ താഴെ പോയവരല്ല. നല്ല കർമ്മങ്ങൾ കൊണ്ട് ധർമ്മപരമായി ജീവിച്ച് ധർമ്മപരമായി മുന്നോട്ട് വന്നവരായതുകൊണ്ട് മാത്രമാണ് ഇന്ന് ശങ്കരാചാര്യ സ്വാമികളുടെ വിവേക ചൂടാമണി മുതലായ ഗ്രന്ഥങ്ങള് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്, അതിനുള്ള സാഹചര്യം എന്നത്, അതിനുള്ള ആയുസ് വന്നത്, അതിനുള്ള ബുദ്ധി വന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഇനി വിടരുത്. ഇപ്പൊ കയ്യിൽ കിട്ടിയിരിക്കുന്നതിന് വിട്ടുകളയരുത്. ആയുസ് എത്ര നാളുണ്ടാവും അറിയില്ല. എന്തായാലും ഒരു പടി മുന്നിൽ ഇനി പോയി ജനിക്കുള്ളൂ. അത് അഷ്വറൻസ് ആണ്, വേദത്തിന്റെ അഷ്വറൻസ് ആണ്. പഠിച്ച അത്രയും കഴിഞ്ഞ് അതിന്റെ അപ്പുറത്തേക്ക് അടുത്ത ജന്മം ഉണ്ടാവും. ഒരു സംശയം വേണ്ട. അടിവരായിട്ടൊരു കാര്യമാണ്. ഇനി ഒരു ജന്മം വരുമ്പോ തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് പോയി ഇത് കംപ്ലീറ്റ് ചെയ്ത് അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്ന സ്ഥലത്തെ പോയി ജനിക്കുള്ളൂ. അഥവാ ജനനം ഉണ്ടാവുന്ന വേണമല്ലോ പ്രതീക്ഷിക്കാം. കാരണം ഇതിപ്പോ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പറ്റുന്ന അറിയാൻ പറ്റില്ല. പിന്നെ പറഞ്ഞവര് ഓരോ സാധനയുടെ മിടുക്കനുസരിച്ചിരിക്കും. കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മത്തിന്റെ ആയിരിക്കും. എന്തായാലും കഴിഞ്ഞ ജന്മങ്ങളിൽ നല്ല കർമ്മങ്ങൾ ഒരുപാട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്നിപ്പെട്ടിരിക്കുന്നത്. പുണ്യം ഒരുപാടുള്ളതുകൊണ്ടാണ് ഈ വഴിയിലേക്ക് വരെ എത്തിയിരിക്കുന്നത്. ഏതായാലും അങ്ങനെയാണ് അപ്പൊ അവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ അപ്പാടെ കളയരുത്. പക്ഷെ അത് കർമ്മകാണ്ഡം ആഗ്രഹങ്ങളെ വളർത്തുന്നതായി മാറിപ്പോകരുത്. പിന്നത്തെ ഒരു സംഭവം, സംസാരം സ്വതന്ത്രമാണോ? അതിന്റെ ആധാരം എന്താണ്? സംസാരം എന്ന് പറയുന്നത് സ്വതന്ത്രമാണോ? അതിന്റെ ഇഷ്ടം പോലെയാണോ നടക്കുന്നത്? അതോ അതിനെന്തെങ്കിലും ആധാരമുണ്ടോ? ആരെങ്കിലും ഒരാൾ കൺട്രോൾ ചെയ്യാനുണ്ടോ? ആധാരമില്ലാത്തത് എന്താ ഉള്ള ഇവിടെ? എല്ലാത്തിനും ഒരേ ഒരു ആധാരമേ ഉള്ളൂ ഇവിടെ. ആരാണത്? സാക്ഷാൽ ജഗദീശ്വരൻ, ബ്രഹ്മം, പരബ്രഹ്മം. അത് തന്നെ. ഇതിനെല്ലാം ആധാരം ആരാണ്? പരബ്രഹ്മം തന്നെ, ബ്രഹ്മം തന്നെ, ആത്മാ തന്നെ. ആ ആത്മാ തന്നെയാണ് പേര്, ബ്രഹ്മം തന്നെയാണ് പേര്. അപ്പൊ അവിടെ പേരിനെ എടുത്തു കളയണം എന്ന് പറഞ്ഞത് ആത്മാവ് എടുത്തു കളയാനല്ല, ആത്മാവിൽ നമ്മള് ആത്മാവല്ലാതെ ചേർത്ത് വെച്ചിരിക്കുന്ന അനാത്മ എന്ന സംസാരത്തെ എടുത്തു കളയാനാ പറയുന്നത്. അതാണ് എടുത്തു കളയേണ്ടത്. ഈ സംസാരം മരത്തെ സംരക്ഷിക്കണമോ നശിപ്പിക്കണമോ? സംസാര വൃക്ഷത്തെ സംരക്ഷിക്കണമോ നശിപ്പിക്കണമോ? പൂക്കളൊക്കെ നിൽക്കുമ്പോൾ സംരക്ഷിക്കാൻ തോന്നൂലോ. നിറയെ കായ്കളും ഫലങ്ങളും എല്ലാം നിൽക്കുമ്പോ എന്താ തോന്നുക? അതിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കണമെന്ന് തോന്നും. ഇവിടെ പറയുന്നതോ അല്ല, നശിപ്പിക്കണം എന്നാണ് പറയുന്നത്. സംസാര വൃക്ഷത്തെ നശിപ്പിക്കണം എന്ന് പറയുന്നു. എങ്ങനെയാണ് അവിടെ പറഞ്ഞത്? അസംഗശസ്ത്രേണ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അസംഗശസ്ത്രേണ, അസംഗശസ്ത്രേണ എന്നാണ് വലിയ വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ വാളുകൊണ്ട് വെട്ടണം എന്ന്. അസംഗം, വൈരാഗ്യത്താൽ. അസംഗശസ്ത്രേണ, അതാണ് നല്ലൊരു വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. അസംഗം, അതായത് വൈരാഗ്യത്താൽ. അസംഗശസ്ത്രേണം, വൈരാഗ്യം വേണം. ഇതിന് വെട്ടിക്കളയെങ്കിൽ വൈരാഗ്യം ഉണ്ടെങ്കിൽ അല്ലാതെ പറ്റുമോ? ഇന്ദ്രിയ സുഖങ്ങളെ നിർത്തണമെങ്കിൽ വൈരാഗ്യം വരണം. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ ഇന്ദ്രിയ സുഖങ്ങളെ ഒക്കെ ജയിച്ച് മുന്നോട്ട് വരണമെങ്കിൽ, അതിനെയൊക്കെ താത്തു നിർത്തണമെങ്കിൽ, മാറ്റി നിർത്തണമെങ്കിൽ വൈരാഗ്യം വരണം. പിന്നെയോ ജ്ഞാനം. ജ്ഞാനം
ജ്ഞാനത്തിന്റെ കുറേശ്ശെ ജ്ഞാനം അറിവും വരുമ്പോ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ജ്ഞാനം? ഇതൊന്നും ശാശ്വതമല്ല, ഒരു സുഖവും ശാശ്വതമല്ല, അതിന്റെ പുറകെ ദുഃഖം വരും. അതുകൊണ്ട് ഇതിന്റെ പുറകെ ആകർഷിക്കപ്പെട്ടു പോകരുത്. പിന്നെന്താണ്? ഈ ശരീരമല്ല ഞാൻ, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളല്ല ഞാൻ ഈ ശരീരത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ കുഞ്ഞായിരുന്നപ്പോഴും ഞാൻ ഉണ്ടായിരുന്നു. ഓരോ വളർച്ചയുടെ സ്റ്റേജിലും ഞാൻ വളർന്നു, ഞാൻ അത് കണ്ടു, ഞാൻ ഇത് കണ്ടു, ഞാൻ ഇത്രയിലായി, 7ാം ക്ലാസ്സിലായി, 8ാം ക്ലാസ്സിലായി, 10ാം ക്ലാസ്സിലായി, എന്റെ വിവാഹമാണ്, എനിക്ക് കുഞ്ഞുണ്ടായി, എല്ലാം ഞാൻ. ആ ഞാൻ ഈ ശരീരമല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം. അതിനാണ് ഈ പാട് മുഴുവൻ കഴിക്കുന്നത്. വരുന്നുണ്ട് ഭഗവാൻ ശങ്കരാചാര്യസ്വാമി അതൊക്കെ ഭംഗിയായിട്ട് ഇനി പറഞ്ഞു തരാൻ പോകുന്നുണ്ട് നമുക്ക്. അപ്പൊ ഇവിടെ പിന്നെ ഒരു കാര്യം പറഞ്ഞു, വൈരാഗ്യം എന്നും പറഞ്ഞു, ജ്ഞാനവും പറഞ്ഞു. പിന്നെ പറഞ്ഞു മരം വെട്ടണമെങ്കിൽ, മരത്തെ വെട്ടിക്കളയാനാ ഭഗവാൻ പറഞ്ഞത്. അവിടെ എങ്ങനെ വെട്ടണം, എങ്ങനെ ആരംഭിക്കുക, അത് വലിയൊരു കാര്യമാണല്ലോ. വലിയ വൃക്ഷമാണ്, ഭയങ്കരമായിട്ട് വേരൂന്നി നിൽക്കുന്ന ഒരു വൃക്ഷം. ഭഗവാൻ പറഞ്ഞു വെട്ടിക്കളയുന്നു. എങ്ങനെ വെട്ടി? ചുമ്മാ ഒരു വെട്ടി അങ്ങ് താഴെ വീഴുവോ? അങ്ങനെ വീണാ പറ്റുവോ? ആദ്യം ഇല കളയണം എന്നാ പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഇല എന്തിനോടാ കമ്പയർ ചെയ്തേ? കർമ്മകാണ്ഡത്തിലെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കർമ്മങ്ങളുടെ കാര്യം പറഞ്ഞത്. അതങ്ങ് നിർത്തണം. ചില്ലകൾ വേണം, പിന്നെ ചില്ലകൾ കളയണം, ഇലകൾ കളയണം, ചില്ലകൾ കളയണം. അങ്ങനെ ചില്ലകളൊക്കെ കഴിഞ്ഞ് പിന്നെ വലിയ തടിയാവും. വലിയ തടിയെ പതുക്കെ മുകളിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് കട്ട് ചെയ്ത് കളയണം. അങ്ങനെ സംസാരം എന്ന വലിയ മരത്തെ മുറിക്കണമെങ്കിൽ ആദ്യം വൈരാഗ്യം വരണം. ഫസ്റ്റ് വരേണ്ടത് വൈരാഗ്യം. വൈരാഗ്യം വന്നു കഴിയുമ്പോ എന്തുണ്ടാവും? ഈ വൃക്ഷം ഇലകൾ പോകുമ്പോ എന്തുണ്ടാവും? ബലഹീനമാവും. ഇല പോയി കഴിയുമ്പോ പിന്നെ അതിനെ പുഷ്ടിപ്പെടുത്താൻ ആരുമില്ല. ഇപ്പൊ ഒരു വീട്ടിൽ നമ്മൾ മരം മുറിക്കുമ്പോ നമ്മൾ ചുമ്മാ ഇപ്പൊ ഇടയ്ക്ക് ചില സമയങ്ങളിൽ കമ്പ് ഇറക്കാൻ പറയും. അപ്പോ ഒരാൾ വന്നിട്ട്, അവിടെ ഒരു അനുഭവമാണ്, ആരോടോ പറഞ്ഞു, ഇങ്ങനെ പണിക്കാരോട് പറഞ്ഞു, ഒരു പ്ലാവ് മരം നിൽക്കുന്നുണ്ടായിരുന്നു, അതിന്റെ കുറച്ച് ചില്ലയൊക്കെ കളയണം എന്ന് പറഞ്ഞു. അവര് കംപ്ലീറ്റ് മുട്ടയടിച്ചു പോയി, ഒരില പോലും നിർത്താതെ മുറിച്ചു പോയി. എന്താ സംഭവിക്കുക? ഒരില പോലും നിർത്താതെ മുറിച്ചു പോയപ്പോ നല്ല തടിയായിരുന്നു, പക്ഷെ അത് ഉണങ്ങിപ്പോയി. പിന്നീട് പതുക്കെ ഉണങ്ങി. ഇങ്ങനെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അറിയാതെ അബദ്ധം പറ്റുന്നതാണ്. അത് തളിര് വന്നോളൂന്നും പറഞ്ഞിട്ട് വെട്ടിച്ചു പോകും. തളുക്കില്ല, എവിടെയെങ്കിലും ഒരു നാമ്പില്ലാതെ തളുക്കില്ല. അപ്പൊ അതുപോലെ ഇലകളെ കളയുന്ന പോലെ, ഇല കളഞ്ഞാൽ അതിന്റെ ബലം പോയി. അതിനെ പിന്നീട് പുഷ്ടിപ്പെടുത്താനായിട്ട്, അതിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സൂര്യനിൽ നിന്ന് ഇത് സംഭരിച്ച് ആ വൃക്ഷത്തെ തീറ്റി പോറ്റാനുള്ള സംഗതി ഇല്ലാണ്ടാവും. അതുപോലെ വൈരാഗ്യം മരണം. എന്തിന്? ഈ ശരീരത്തെ പോഷിപ്പിച്ച് ആഡംബരമുണ്ടാക്കി അലങ്കരിച്ചു കൊണ്ട് നടക്കുന്നതിൽ വൈരാഗ്യം വരണം. അപ്പൊ എന്തായി? അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കില്ല, അമിതമായിട്ടുള്ള കാഴ്ചകൾ, വേണ്ടാത്ത കാഴ്ചകൾ കാണില്ല, അമിതമായിട്ടുള്ള ശബ്ദങ്ങളുടെ പുറകെ ആകർഷണപ്പെട്ടു പോകത്തില്ല. എല്ലാത്തിലും റെസ്ട്രിക്ഷൻസ് വരും. വൈരാഗ്യം വരുമ്പോ എല്ലാത്തിലും റെസ്ട്രിക്ഷൻസ് വരും. അങ്ങനെ റെസ്ട്രിക്ഷൻസ് വന്ന എന്തുണ്ടാവും? പിന്നീട് തനിയെ അകത്തേക്ക് നോക്കാൻ തോന്നും. ആരെ? ഉള്ളിലുള്ള ആ പരമാത്മ ചൈതന്യത്തെ, ആ അറിവിന്റെ ചൈതന്യത്തെ, അറിവ് സ്വരൂപത്തെ, സ്വയം ജ്യോതിയെ കാണാൻ തോന്നും. പുറത്തൊന്നുമില്ലാതെ വരുമ്പോഴേ തോന്നുള്ളൂ അകത്തേക്ക് നോക്കാൻ. അകത്തേക്ക് നോക്കുമ്പോൾ ഒരു സുഖമുണ്ട്, അത് അനുഭവിച്ചറിയണം. എത്ര നേരം വേണമെങ്കിരിക്കാം, മൗനമായിട്ടിരിക്കാം, അവനവനിൽ ലയിച്ചിരിക്കാം, ഒരു പ്രശ്നമില്ല. എന്ത് സുഖാന്നറിയാവോ? ഒന്ന് ശ്രമിച്ചു നോക്കണം, വളരെ സുഖം. പുറത്ത് കാണുന്നതിനെക്കാട്ടിലൊക്കെ സുഖമാണ്. ഒന്നും അറിയണ്ട, ആരുടെ കാര്യം അറിയണ്ട, ഒരു മനുഷ്യന്റെ കാര്യം അറിയണ്ട. എൻ്റെ ഉള്ളിലുള്ള ഭഗവാനെ അങ്ങേ ഞാനൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് ചുമ്മാ ഇരുന്ന് നോക്കൂ, അതിനൊരു സുഖം വേറെയാണ്. അവിടെ പോണ്ട, ദീപാരാധന കാണണ്ട, ഇടിച്ചു തൊഴാൻ പോണ്ട, അയാള് തള്ളി ഇയാള് തള്ളി, തിരുമേനിയുടെ പുറംവശം കാണണ്ട. നോക്കി തൊഴുതുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു തിരുമേനി കയറി അതിനകത്ത് നിന്ന് വർത്താനം പറയുന്നത്. എന്തുമാത്രം ദേഷ്യം വരും! ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. നമ്മളിത് കറക്റ്റ് നമ്മൾ നടയിൽ ചെല്ലുമ്പോഴായിരിക്കും അവിടെ ഒരു മറയിൽ വരുന്നത്. പോയി അന്നത്തെ ദിവസം പോയി. എന്തൊക്കെ കാര്യങ്ങളാണ് എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ രസകരമായിട്ട് എടുത്തിട്ട് പോണം, അമ്പലത്തിൽ പോണം, ഒക്കെ ശരി, ഇതൊക്കെ രസമായിട്ട് എടുക്കുക. ഒരാളുണ്ടല്ലോ അകത്ത്, ഇങ്ങോട്ട് എവിടെ പോണം കാണാൻ, എങ്ങും പോണ്ട, വേറെ ആർക്കും മറയ്ക്കാൻ പറ്റില്ലത്.
ആർക്കും മറയ്ക്കാൻ പറ്റില്ല, ആർക്കും തടയാൻ പറ്റില്ല, ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്, നമ്മുടെ ഉള്ളിലല്ലേ ഇരിക്കുന്നേ. ഇത്രയും അടുത്തിരുന്ന് ഇതിൽ കൂടുതൽ എങ്ങനെ അടുക്കാൻ പറ്റും? എല്ലാം അറിയുന്നുണ്ട്, മനസ്സിൽ ചിന്തിക്കുന്ന സകല ചിന്തകളും അറിയുന്നുണ്ട്. എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരാളുടെ ശക്തി അകത്തിരിപ്പുണ്ട്, ഈശ്വരൻ. ആ ഈശ്വരനെ എനിക്കൊന്ന് തെളിഞ്ഞു വരണേ ഭഗവാനെ എന്ന് വിചാരിച്ച് കുറച്ചു നേരം ഇരുന്ന് നോക്കണം. അതാണ് ആത്മീയ സാധന എന്ന് പറയുന്നത്. കുറെ നാമം ചൊല്ലിയിട്ടോ കുറെ അത് വായിച്ചിട്ടോ ഇത് വായിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഇതിന് സാധിക്കണം. എത്ര മണിക്കൂർ വേണമെങ്കിൽ ഭാഗവതം വായിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. എത്ര മണിക്കൂർ നാരായണീയം വായിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു 3 മിനിറ്റ് തികച്ചും ഉള്ളിലുള്ള ഭഗവാനെ കാണാനായിട്ട് ആരോടൊന്നും സംസാരിക്കാതെ, വേറെ ഒന്നിനും ചിന്ത പോകാതെ ഉള്ളിലുള്ള ഭഗവാനെ മാത്രം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? നോക്കിയിട്ടുണ്ടോ? 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും മനസ്സ് പോകും. നമ്മൾ ഇനി ചെയ്യേണ്ടത് അതാണ്. പുറത്തേക്കുള്ള ഓട്ടമൊക്കെ നിർത്തണം, അകത്തേക്ക് മാത്രം ചിന്തിച്ചു പോകാം. നമുക്ക് എന്ത് മറ്റുള്ളവരുടെ കാര്യം അറിഞ്ഞിട്ട് എന്തെടുക്കാനും? എന്താ പ്രയോജനം? എന്തിനാണ് അറിയുന്നത്? ഒന്നും അറിയേണ്ട കാര്യമില്ല. അപ്പൊ ചിലർ പറയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാലോ എന്ന്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന നടക്കണമെങ്കിൽ നീ ശുദ്ധമാകണം ആദ്യം. അല്ലാതെ എങ്ങനെ നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? അവനവന്റെ ഉള്ളിലുള്ള ഈശ്വരനെ കാണാൻ പറ്റാതെ മറ്റുള്ളവർക്ക് പ്രാർത്ഥിച്ചിട്ട് എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം ഉണ്ടാവും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്താവും? നമ്മുടെ മനസ്സ് ശുദ്ധമാകേണ്ടി വരും. അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈശ്വരനോട് റിക്വസ്റ്റ് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരൻ ചോദിക്കും, നീയാണോ പറയുന്നത്? ഫസ്റ്റ് പാർട്ടിയാ നീ? നല്ല ആളാ നീ പറയുന്ന ആൾ, അയാളുടെ കാര്യമല്ല നീ പറയുന്നേ, ആ ഫസ്റ്റ് പാർട്ടിയാ എന്നല്ലേ ഭഗവാൻ പറയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ വേറെ പല ഗുണങ്ങളുണ്ട്. ഒന്ന്, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞോ ആ ആളുടെ ദുരിതത്തെ കുറിച്ച് നമുക്കൊരു അവബോധം. ഈശ്വര, അയാളുടെ കഷ്ടപ്പാട്, അപ്പൊ എനിക്ക് അത്രയും കഷ്ടപ്പാട് വന്നിട്ടില്ലല്ലോ എന്നൊരു സമാധാനം അവിടെ വരും. മാത്രമല്ല, അപ്പൊ ഞാൻ നന്നായിട്ട് ജീവിക്കണം എന്നൊരു തോന്നലും വരും. അതൊക്കെ അതിന്റെ പോസിറ്റീവ് വശങ്ങളാണ്. അപ്പോ അവിടെയൊക്കെ എല്ലാം അൾട്ടിമേറ്റ് ആയിട്ട് വന്നു നിൽക്കുന്നത് അവനവന്റെ മനഃശുദ്ധിയിലാണ്. അതിനാണ് ഇതൊക്കെ വരണ്ടേ. അതിനെ അങ്ങനെ കാണണം. എന്റെ മനഃശുദ്ധിക്ക് ഇത് എങ്ങനെ പ്രയോജനം ചെയ്യും എന്ന് കണ്ടിട്ട് വേണം ഓരോ പ്രവൃത്തിയും ചെയ്യാൻ, അല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോ ഈ സംസാര വൃക്ഷത്തെ മുറിക്കണമെങ്കിൽ മറ്റു വൃക്ഷങ്ങളുടെ ഇലകളെയും ചെല്ലുകളെയും എല്ലാം കളഞ്ഞ് ആ വലിയ തടിയെ പിന്നെ കുറേശ്ശെയായിട്ട് മുറിക്കുന്ന പോലെ വൈരാഗ്യം വരണം. അപ്പൊ വൈരാഗ്യം ഈ സംസാരത്തെ ബലഹീനമാക്കും. പിന്നെ ജ്ഞാനം വന്ന് വേരോടെ ഇറക്കും. ഇത്രയും കഴിഞ്ഞ് മനഃശുദ്ധി, ഏകാഗ്രത, പിന്നെന്താണ്? ഓർമ്മയുണ്ടോ? 3 കാര്യങ്ങളാണ് പണ്ട് പറഞ്ഞിട്ടുള്ളത്. മനഃശുദ്ധി, ഏകാഗ്രത, അടുത്തതാണ് ഏറ്റവും പ്രധാനം. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? മനവിശാലത. സർവം വിഷ്ണുമയം ജഗത്, ഈശാവാസ്യമിതം സർവം. തുടങ്ങിയത് അവിടെയല്ലേ? അത് ഓർക്കണ്ടേ? അതിലേക്കല്ലേ ചെല്ലേണ്ടത്. അപ്പോഴല്ലേ ജ്ഞാനമാവുള്ളൂ. അപ്പോ ജ്ഞാനം വന്നു കഴിയുമ്പോ വേരോടെ അതിനെ കളയാൻ സാധിക്കും. അപ്പൊ എത്ര വലിയ വൃക്ഷമായിക്കോട്ടെ, എങ്ങനെയാ ശരിയാക്കാൻ പറ്റുക? വൈരാഗ്യം കൊണ്ടും ജ്ഞാനം കൊണ്ടും എത്ര വലുതാണെങ്കിലും കളയാൻ പറ്റും. എത്ര വലുതെന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയോ ജന്മങ്ങൾ കൊണ്ട് ഉണ്ടായിരിക്കുന്ന വാസനാബലം. കുറേ ജന്മങ്ങൾ കൊണ്ടാണ് ഈ വാസന കടുത്താണ്ട് ഭയങ്കര കട്ടി പിടിച്ചിരിക്കുന്ന വാസനയെ. അതാണ് വേരൂന്നിയിരിക്കുക എന്ന് പറയുന്നത്. അതിനെ എങ്ങനെ കളയാൻ പറ്റും? വൈരാഗ്യം കൊണ്ട് കളയാം, ഒരു സംശയമില്ല. വൈരാഗ്യം കൊണ്ട് വീണ്ടും അതിന് പോഷണമില്ലാതെ വന്നാൽ പോവില്ലോ, നശിച്ചു പോവില്ലോ. അതിനെ വളർത്തുമ്പോഴല്ലേ പ്രശ്നം. വളർത്താതിരുന്നാൽ മതിയല്ലോ, തീർന്നു പോകുമല്ലോ ഈ ജന്മം കൊണ്ട് തന്നെ. അതിന് പറഞ്ഞിട്ടുണ്ടല്ലോ, ജ്ഞാനം വന്നാൽ പഴയതൊന്നും പിടിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ പണ്ട് കൂട്ടി വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് പ്രാരബ്ധമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ളത് എന്താവും? നേരത്തെ ഒരു ചോദ്യത്തിൽ ശങ്കരാചാര്യ പറഞ്ഞു തന്നു, ബാക്കിയുള്ളതൊന്നും നിങ്ങളെ ബാധിക്കില്ല. കാരണം ജ്ഞാനം വന്നു കഴിഞ്ഞാൽ ദഹിച്ചു പോകും. അതിനകത്തെല്ലാം പഴയതെല്ലാം ദഹിക്കും. ജ്ഞാനത്തോടുകൂടി എല്ലാം ദഹിക്കും. ആ ജ്ഞാനം സമ്പാദിക്കാനാണ് നമ്മൾ ഈ കിടന്ന് പാടുപെടുന്നത്.
അപ്പോ വളർത്തുന്ന കാര്യം സ്മരിക്കാൻ പോലും പാടില്ല. അതാണ് വൈരാഗ്യം. അപ്പൊ ജ്ഞാന വൈരാഗ്യങ്ങളെ കൊണ്ട് ബലഹീനപ്പെടുത്തണം. അപ്പൊ ഈ ശ്ലോകം സാരമായിട്ട് എന്താ പറഞ്ഞ? ഈ ശ്ലോകത്തിന്റെ സാരം എന്താണ്? ഇപ്പൊ നമ്മൾ നോക്കിയ ശ്ലോകത്തിന്റെ സാരം, സംസാരം അത്ര എളുപ്പത്തിൽ കളയാൻ പറ്റില്ല. വേദാന്തത്തിൽ 2 ക്ലാസ് പഠിച്ച ഉടനെ സംസാരം പോവുമോ? ഇപ്പൊ നമ്മളിപ്പോ കുറച്ചു നാളായി വേദാന്തം പഠിക്കുന്നു, നമ്മുടെ സംസാരം പോയിട്ടുണ്ടോ? കുറച്ച് പോയിട്ടുണ്ടോ? പോവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോ 2 ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ, കുറച്ചങ്ങോട്ട് വേദാന്തം പഠിച്ചാൽ, ഒരു 5-6 ഉപനിഷത്ത് അങ്ങോട്ട് വായിച്ചാൽ സംസാരം പോയി എന്നൊന്നും വിചാരിക്കണ്ട. ഒന്നും പോയിട്ടില്ല, എല്ലാം ഉണ്ട്. സാവകാശം വേണം, സമയമെടുക്കും. ആദ്യം വൈരാഗ്യം വന്ന് ഇലകളൊക്കെ കറഞ്ഞ് പതുക്കെ പതുക്കെ മുറിച്ച് കാലം കൊണ്ട്, എത്രയോ കാലം കൊണ്ട് മാത്രമേ ഈ വൃക്ഷത്തെ മുറിച്ച് കളയാൻ പറ്റുള്ളൂ. കാരണം മരം എത്രത്തോളം വലുതാണോ, ആരാ അത്രയും വലുതാക്കിയത്? അതാണ് ഇവിടത്തെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. വലിയ സംസാരമാണ് നമ്മുടെ നമ്മൾ പറയുന്നു. ആരാണ് ഉത്തരവാദി? ഈ സംസാരത്തെ വളർത്തിയത് ആരാണ്? നമ്മുടെ വീട്ടില് നമ്മൾ വെള്ളം ഒഴിച്ച് വളർത്തി വലിയൊരു വൃക്ഷമായി കഴിയുമ്പോൾ വലിയ സന്തോഷമാണ് കാണാനല്ലേ? നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാവും, ഒക്കെ കണ്ടുമ്പോൾ പലർക്കും കൊടുക്കാൻ പറ്റും, ഒക്കെ നല്ല സന്തോഷമുണ്ടല്ലോ. ദാനമൊക്കെ ചെയ്യും, എല്ലാം ഉണ്ട്. ദാനധർമാദികളൊക്കെ ചെയ്യും, എല്ലാം ഉണ്ട്. ആരാണ് വളർത്തിയത് ഈ സംസാരത്തെ? വേറെ ആരെങ്കിലും ആണോ? അല്ല, അവനവൻ തന്നെ വളർത്തിയതാണ് ഇതിനെ. നമ്മൾ വളർത്തിയതിന് വെട്ടിക്കളയാൻ എളുപ്പമാണോ? മനസ്സെന്ത് പറയും വെട്ടിക്കളയാൻ? നമ്മൾ നട്ടു വളർത്തിയൊരു മരത്തെ വെട്ടിക്കളയാൻ നമുക്ക് പറ്റുമോ? ഇവിടെ പറയണു പറ്റണം. കാരണം ഇത് സംസാര വൃക്ഷമാണ്, അതിനെയാണ് വളർത്തിയിരിക്കുന്നത്. അല്ലാതെ മറ്റൊരു മരം നട്ട് മറ്റുള്ളവർക്ക് ഉപകാരമാകട്ടെ എന്ന് പറഞ്ഞ് നട്ടിട്ട് നമ്മൾ ഈ ലോകം വിട്ടുപോകുന്ന ഒരു സങ്കല്പമല്ല ഈ പറഞ്ഞത്. അങ്ങനെ കൺഫ്യൂഷൻ വരരുത്. ഇപ്പൊ നല്ല തണൽ വൃക്ഷങ്ങൾ നടണം, വേണം, മറ്റുള്ളവർക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ട് നടണം. നമ്മുടെ ഈ ജന്മത്തിൽ എത്രയോ വൃക്ഷങ്ങൾ നടാൻ പറ്റുകയാണെങ്കിൽ അത്രയും നടണം. കാരണം അത് വേദത്തിൽ പറയുന്ന പ്രകൃതി സംരക്ഷണം തന്നെയാണ്. മറ്റുള്ളവർക്ക് ഉപകാരമുള്ളതെല്ലാം ചെയ്യാം. അതൊന്നും ബോണ്ടേജ് ആയിട്ട് വരരുത്, നമ്മളെ ബന്ധനത്തിലാക്കരുത്. ഇവിടെ പറഞ്ഞത് സംസാര വൃക്ഷമായിട്ട് ഒരു വൃക്ഷത്തെ കമ്പയർ ചെയ്തതാണ്. സംസാരത്തെ, അതിനെ വളർത്തിയത് നമ്മളാണ്. ഈ സംസാരത്തെ വളർത്തിയത് നമ്മളാണ്. വേറെ ആർക്കും ഉത്തരവാദിത്വമില്ല അതിനകത്ത്. നമ്മളാണ് അതിനെ വളർത്തിയത്. ആശകൾ കൊണ്ടും ആഗ്രഹങ്ങൾ കൊണ്ടും കർമ്മകാണ്ഡത്തിലെ കർമ്മകൾ കൊണ്ടും വളർത്തി. ഇനി അതിനെ കളയാൻ നമ്മൾ തന്നെ ഉത്സാഹിക്കണം. വേറൊരാളെ കൊണ്ട് നമ്മൾ വെട്ടിക്കത്തില്ല, ഉറപ്പല്ലേ? അപ്പൊ ആരാ? നമ്മൾ തന്നെ ചെയ്യണം. എങ്ങനെ വേണം? വൈരാഗ്യവും ജ്ഞാനവും മുഖാന്തരം മെല്ലെ മെല്ലെ ദിവസങ്ങൾ എടുത്ത് പതുക്കെ പതുക്കെ അതിനെ കഷ്ടമാക്കി കളഞ്ഞ് ജ്ഞാനം വരുമ്പോ വേരും കൂടെ പൊക്കും. മണ്ണിന്റെ അടിയിലേക്ക് മാന്തി പോകുമൊന്നും വേണ്ട. ജ്ഞാനം വന്നാൽ അതെല്ലാം കരിഞ്ഞങ്ങ് പൊക്കും. ഒരിക്കലും കിളുക്കത്തില്ല. പിന്നീട് വരണ്ടു പോകും, വെയിലത്ത് വാടിപ്പോകും. ജ്ഞാനത്തിന്റെ ആ ചൂടില് അത് കരിഞ്ഞു പോകും. അപ്പോ കഠിനാധ്വാനം വേണം എന്നാണ് അതിന്റെ രത്ന ചുരുക്കം. ഈ ശ്ലോകത്തിൽ പറഞ്ഞത് മെയിനായിട്ട് സംസാര വൃക്ഷം വേരൂന്നിരിക്കുന്നത് എത്രത്തോളം ശക്തമായിട്ടാണ്, ആരാണ് ഉത്തരവാദി? ഞാൻ തന്നെയാണ് ഉത്തരവാദി. ആർക്ക് കളയാൻ പറ്റും? നമുക്കേ കളയാൻ പറ്റുള്ളൂ. എങ്ങനെ കളയാൻ പറ്റും? വൈരാഗ്യം കൊണ്ട് കാലക്രമേണ പതുക്കെ കളയാം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജ്ഞാന സമ്പാദനം ഉണ്ടാവും. ജ്ഞാനവും കൂടെ സമ്പാദിച്ചു കഴിയുമ്പോൾ, ജ്ഞാനം വന്നു കഴിയുമ്പോൾ ആ വേരും കരിഞ്ഞു പോകും. സംസാര വൃക്ഷം ഇല്ലാതെ കണ്ടാകും. നന്നായിട്ട് ഇതെല്ലാം മനസ്സിൽ നന്നായിട്ട് നിലനിൽക്കാനും മുന്നോട്ട് കൂടുതൽ മനസ്സിലാക്കാനും ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ അനുസരിക്കട്ടെ, ഭഗവാൻ ബാബ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു.
എല്ലാവർക്കും സായിറാം. സായിറാം 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 സാർ. സായിറാം സായിറാം സാർ. സായിറാം സാർ. സായിറാം സായിറാം സാർ. സായിറാം സാർ. സായിറാം